നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചതയ ദിനാശംസകൾ. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ചിങ്ങമാസം 22-ാം തീയതി, ചതയം നക്ഷത്രം, 2025 സെപ്റ്റംബർ 7 ഞായർ. ഇന്നത്തെ രാഹുകാലം വൈകിട്ട് 4:54 മുതൽ 5:25 വരെയാണ്. ഇന്ന് ചിങ്ങമാസത്തിലെ ചതയ നാളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ 171ാമത് ജന്മദിനം. കേരളീയ സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച ഗുരുവിൻ്റെയും ഗുരുദർശനങ്ങളുടെയും പ്രസക്തി ഇക്കാലത്തും കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി തുടങ്ങിയ തത്വങ്ങളിലൂടെ കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ മനസ്സിലേക്ക് വിശ്വമാനവികത എന്ന വലിയ ആശയത്തിൻ്റെ പുനഃപ്രതിഷ്ഠയാണ് ഗുരു നടത്തിയത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഭക്തർ ശിവഗിരി മഠത്തിലും ചെമ്പഴന്തി ഗുരുകുലത്തിലും ദർശനം നടത്തും. അവിടേക്കെല്ലാം നമുക്കെത്താം. ഇപ്പോൾ നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Peanut Butter, a healthy source of protein. ഖലിസ്ഥാൻ ഭീകരവാദികൾക്ക് ധനസഹായവുമായി കാനഡ. പണം ലഭിക്കുന്നത് ബബ്ബർ ഖൽസ അടക്കമുള്ള സംഘടനകൾക്ക്. ധനശേഖരണം സ്വതന്ത്ര പഞ്ചാബിന്റെ പേരിൽ, സ്ഥിരീകരിച്ച കാനഡ ധനമന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളത്തിനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ഇരമ്പുന്നു. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ BJP ഹൈന്ദവ സംഘടനകളുടെ മാർച്ച്. കേസെടുത്തത് സൈനികർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ. ഇന്ന് ചതയം, ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജന്മദിനം. ശിവഗിരി മഠത്തിലും ചെമ്പഴന്തിയിലും ആഘോഷ പരിപാടികൾ. യൂറോപ്യൻ യൂണിയനുമായി ഇടഞ്ഞ് ഡൊണാൾഡ് ട്രംപ്. അധിക താരിഫ് ചുമത്തുന്നത് ആലോചിക്കും. ഗൂഗിളിന് ചുമത്തിയ പിഴ അടിയന്തിരമായി പിൻവലിക്കണമെന്നും ട്രംപ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വിദഗ്ധാഭിപ്രായം തേടി ആരോഗ്യവകുപ്പ്. ഗൈഡ് വയർ നീക്കം ചെയ്യുന്നതിന് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന് കത്ത്. മെഡിക്കൽ ബോർഡ് യോഗം അടുത്തയാഴ്ച. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം അരീന സബലേഗയ്ക്ക്. ഫൈനലിൽ അമാൻഡ അനിസിമോവയെ തോൽപ്പിച്ചു. ജയം നേരിട്ടുള്ള സെറ്റുകൾക്ക്. കേരള ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സും കൊല്ലം സെയിലേഴ്സും നേർക്കുനേർ. കിരീട പോരാട്ടം വൈകിട്ട് 6:30. ശ്രീനാരായണ ഗുരുവിന്റെ 171ാമത് ജയന്തി ഇന്ന് നാടെങ്ങും വിപുലമായി ആഘോഷിക്കുകയാണ്. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ വൈകിട്ട് 6:30 നടക്കുന്ന ജയന്തി മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ശിവഗിരിയിലും അരുവിപ്പുറം, ആലുവ അദ്വൈതാശ്രമം എന്നിവിടങ്ങളിലും SNDP യോഗത്തിന്റെ നേതൃത്വത്തിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ നിന്ന് ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന നിൽക്കുന്ന ഇടം ചെമ്പഴന്തി ഗുരുകുലം. വയൽവാരം വീട്ടിൽ ശ്രീനാരായണ ഗുരു ഇതുപോലെ ഒരു ദിവസം 171 വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂജാതനായത്. ആ വയൽവാരം വീടാണ് ചെമ്പഴന്തി ഗുരുകുലത്തിൻ്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത്. എന്താണ് അവിടെ നിന്നും നൽകാനുള്ള വിവരങ്ങൾ?
തീർച്ചയായും നീലിമ, നാടെങ്ങും ശ്രീനാരായണ ഗുരു ജയന്തി വിപുലമായി ആഘോഷിക്കുകയാണ്. 171 തിരുജയന്തി ആഘോഷങ്ങൾക്ക് വിപുലമായ തുടക്കം തന്നെയാണ് ശ്രീനാരായണ ഗുരുകുലത്തിൽ ഉണ്ടായിരിക്കുന്നത്. രാവിലെ സമൂഹ പ്രാർത്ഥനകളും വിശേഷാൽ പൂജകളും ഒക്കെ തന്നെ നടന്നിരുന്നു. വിപുലമായ പരിപാടി 10 മണിയോടുകൂടി ദാർശനിക സമ്മേളനം നടക്കും. ശ്രീ PS പ്രശാന്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പരിപാടിയിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചത്. എന്നാൽ തൃപ്പൂണിത്തുറയിൽ സമാനമായ പരിപാടി ഉള്ളതിനാൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്നത് തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് AA റഹീം, അഡ്വക്കേറ്റ് A അജിത് കുമാർ, അതുപോലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കും. വൈകുന്നേരത്തോടു കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ഗുരുകുലത്തിൽ എത്തിയിരിക്കുന്നത്. ഗുരുവിൻ്റെ പ്രാർത്ഥനകളിലൊക്കെ തന്നെയും സമൂഹ പ്രാർത്ഥനകളിലൊക്കെ തന്നെയും വലിയ ആളുകൾ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. വിവിധ ഇടങ്ങളിൽ വിവിധ സാമൂഹിക, അതായത് SNDP ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പരിപാടി തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രീമദ് സത്യാനന്ദ തീർത്ഥ സ്വാമികളാണ് നമ്മുടെ കൂടെയുള്ളത്. സ്വാമി, വലിയ രീതിയിൽ വിപുലമായ ചടങ്ങുകളാണല്ലേ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ലോകത്തിലുള്ള സകല ശ്രീനാരായണീയർക്ക് ചൈതദിന ആശംസകൾ നേരുന്നു. ഈ വർഷത്തെ 171 ശ്രീനാരായണ ഗുരു ജയന്തി വിശേഷം എന്ന് പറഞ്ഞാൽ ഈ ചെമ്പഴന്തി ആശ്രമ സ്ഥാപകനായ ധർമ്മതീർത്ഥ സ്വാമികളുടെ 50 വർഷം ഇത് ചരമദിനമാണ്. സമാധിയായിട്ട് 50 വർഷമായി. ഇതിൻ്റെ മെയിൻ സ്ഥാപകനാണ്. അദ്ദേഹത്തിൻ്റെ നമ്മൾ സ്മരിക്കേണ്ട ദിവസമാണ്. അതുപോലെ മഹാത്മാഗാന്ധി ഗുരുദേവൻ ശിവഗിരിയിൽ സന്ദർശിച്ച 100ാം വാർഷികമാണ്. അതുകൊണ്ട് കഴിഞ്ഞ നമ്മൾ ദില്ലിയിൽ പോയി നമ്മുടെ ബഹുമാനപ്പെട്ട ആരാധ്യനായ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ സമ്മേളനം, അത് കഴിഞ്ഞിട്ട് പല രാജ്യങ്ങളിൽ നമ്മുടെ എല്ലാ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ വിശേഷത അതാണ്. രാവിലെ മുതൽ ഇവിടെ നല്ല ഭക്തജന തിരക്കാണ്. അപ്പോൾ അടുത്ത നമുക്ക് 10 മണിക്ക് ഒരു സമ്മേളനമുണ്ട്. പ്രതിപക്ഷ നേതാവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുക, പറയാൻ പറ്റില്ല. എല്ലായിടത്തും പ്രോഗ്രാം ഉള്ളതുകൊണ്ട്. പിന്നെ റഹീമുണ്ട്, പിന്നെ ഇവിടുത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ഉണ്ട്. പിന്നെ ശ്രീനാരായണ ഗുരുദേവിൻ്റെ ആശയങ്ങൾ സമൂഹത്തിൽ വലിയൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ഒരു സാമൂഹിക, അതായത് രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ ആ സന്ദേശങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുന്നുണ്ട് എന്ന് സ്വാമിക്ക് തോന്നുന്നുണ്ട്. ആക്കണം, നമ്മൾ ശ്രമിച്ചാലേ പറ്റൂ. രാഷ്ട്രീയക്കാർ, സാംസ്കാരിക നേതാക്കൾ എല്ലാവരും ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ പറ്റൂ. ഗുരുദേവൻ്റെ സന്ദേശമാണ് ഇപ്പോൾ ആവശ്യം. അതിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, ഉൾക്കൊള്ളണം. മനുഷ്യൻ ആദ്യം ഉൾക്കൊണ്ടാലേ മാത്രമേ അത് സാധിക്കാൻ പറ്റൂ. വൈകുന്നേരം എന്തൊക്കെ പരിപാടികളാണ്? വൈകുന്നേരം 6:30 മണിക്ക് നമ്മുടെ മുഖ്യമന്ത്രി വരുന്നുണ്ട്. പിന്നെ MP ശശി തരൂർ പങ്കെടുക്കുന്നുണ്ട്. അതായിരിക്കും വലിയ സമ്മേളനം. പിന്നെ ഉച്ചയ്ക്ക് 3 മണിക്ക് നമ്മുടെ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുന്നുണ്ട്. വിപുലമായ പരിപാടികൾ തന്നെ. അതെ, വിപുലമായ ഇന്നത്തെ ദിവസം. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് ഘോഷയാത്ര ഉണ്ട്. ഘോഷയാത്ര തിരിച്ചു വരുമ്പോൾ ഒരു 10 മണിയാവും. നല്ല ഗംഭീരമായിരിക്കും. തീർച്ചയായും സ്വാമി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിപുലമായ പരിപാടികൾക്ക് തന്നെയാണ് ശ്രീനാരായണ ഗുരുകുലത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. സമൂഹ പ്രാർത്ഥനയിൽ ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തിരിക്കുന്നത്. നീലിമ, ദിസ്നയ്ക്ക് പുറകിൽ കാണുന്നത് ആ വയൽവാരം വീടാണ്. അവിടെയാണ് 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും മകനായ ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. ആ വീട് അതുപോലെ അദ്ദേഹം ഭൂജാതനായ ആ വീട് അതുപോലെ തന്നെ പരിപാലിക്കുകയാണ് SN ട്രസ്റ്റിൻ്റെയും ചെമ്പഴന്തി ഗുരുകുലത്തിൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ. അവിടെ വലിയ ചൈതന്യം, ഗുരുചൈതന്യം ഉണ്ട്. വലിയ തോതിൽ അവിടെ വിശ്വാസികൾ വന്ന് ഗുരുവിനെ ആരാധിച്ചു പോകുന്ന ഒരു രീതി. ഇന്ന് പ്രത്യേകിച്ചും ഇന്ന് ഗുരുജയന്തി ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവിടുത്തെ ഒരു തിരക്കൊക്കെ? വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് നീലിമ അനുഭവപ്പെടുന്നത്. രാവിലെ തൊട്ട് വിശേഷാൽ പൂജയും സമൂഹ പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അതിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തിരിക്കുന്നത്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ, അതായത് വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെ ഇന്നലെ തന്നെ ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ സാംസ്കാരിക സമ്മേളനം കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ആളുകൾ മടങ്ങുകയുള്ളൂ എന്നത് തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ രാവിലെ മഹാഗണപതി ഹോമം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ
തന്നെ വിശേഷാൽ പൂജകൾ ഉണ്ടായിരുന്നു, സമൂഹ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. 10:30 ശ്രീനാരായണ ദാർശനിക സമ്മേളനം ഉണ്ടാവും. അതിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും എന്നത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം നിരവധി ആളുകൾ ഇവിടെ എത്തുകയും ഗുരുവിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈകുന്നേരം നിരവധി കൂടുതൽ ആളുകളെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. നിരവധി ഭക്തരാണ് ഇവിടെ വന്ന് ഗുരുവിൻ്റെ അനുഗ്രഹം തേടി മടങ്ങുന്നത്. ചെമ്പഴന്തിയിൽ മാത്രമല്ല, വർക്കല ശിവഗിരിയിലും അതുപോലെ അരുവിപ്പുറത്തുമെല്ലാം ഇതുപോലെ സമാനമായ ആഘോഷങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 10 മണിക്ക് വർക്കല ശിവഗിരി മഠത്തിലാണ് ഏറ്റവും വലിയ വിപുലമായ പരിപാടികൾ നടക്കുന്നത്. അവിടെ 10 മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദുബായ് പോലീസ് മേധാവി അടക്കം അവിടെ ഈ ഗുരുജയന്തി ദിനത്തിൽ അവിടെ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം വിവരങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. തീർച്ചയായും വർക്കലയിലും സമാനമായ രീതിയിൽ വിപുലമായ ആഘോഷ പരിപാടികൾക്ക് തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഗവർണറുടെ നേതൃത്വത്തിലാണ് 9:30 പരിപാടി സംഘടിപ്പിക്കുക എന്നത് തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വിപുലമായ ചടങ്ങുകളോട് കൂടിയാണ് പരിപാടി നടത്തുന്നത്. അതോടൊപ്പം തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ തന്നെയും ആ പരിപാടിയിലും പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഉൾപ്പെടെ SNDPയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. സമൂഹ പ്രാർത്ഥനകൾ നടത്തുന്നു. അതോടൊപ്പം അന്നദാനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ട് എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ വലിയ തിരക്ക് തന്നെയാണ് ഇവിടെയും അനുഭവപ്പെടുന്നത്. നീലിമ, ഇവിടെ സമൂഹ പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ സമൂഹ പ്രാർത്ഥനയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ആ ഒരു ഓണമൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ വിപുലമായ ഒരു ആഘോഷം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളിലേക്കെല്ലാം മടങ്ങിയെത്താം. അവനവന് ആത്മസുഖത്തിനായി ആചരിപ്പത് അവരന് ആത്മസുഖത്തിനായി വരേണം, അതുപോലെ ഒരു പീഡയെറുമ്പിനും വരുത്തരുത് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ വരികൾ വിശ്വമാനവികത, ആ മനുഷ്യസ്നേഹം എല്ലാം പ്രകടമാക്കുന്നതാണ്. ആ വിശ്വഗുരുവിൻ്റെ 171ാമത് ജയന്തി ദിനാഘോഷത്തിന് സംസ്ഥാനത്തിന് തുടക്കമായിരിക്കുകയാണ്. ചെമ്പഴന്തി ഗുരുകുലത്തിൽ നിന്ന് ദിസ്നയാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്. ഖലിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് ധനസഹായം നൽകുകയാണ് കാനഡ. ഇപ്പോഴും ബബർഗ് ഹെൽസ് അടക്കമുള്ള ഖലിസ്ഥാൻ സംഘടനകൾക്ക് പണം നൽകി വരുന്നതായി കനേഡിയൻ ധനമന്ത്രാലയം തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്വതന്ത്ര പഞ്ചാബിന്റെ പേരിലാണ് ധനസഹായം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, കാനഡയിൽ സർക്കാർ മാറിയപ്പോൾ ഇത്തരത്തിൽ ഈ വിഘടനവാദ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള ഈ ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ നിർത്തും, അല്ലെങ്കിൽ അത് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഇപ്പോഴും ഖലിസ്ഥാൻ ഭീകര സംഘടനകളെ അങ്ങനെ വളർത്തുകയാണ് കനേഡിയൻ സർക്കാർ. വിഘടനവാദ സംഘടനകൾക്ക് പണം നൽകി വരുന്നതായി കനേഡിയൻ ധനമന്ത്രാലയം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്? നിലിമ, പഞ്ചാബ് എന്ന സംസ്ഥാനത്തെ സ്വതന്ത്രമാക്കി ഒരു പ്രത്യേക രാജ്യമാക്കി, സിഖ് മത അധിഷ്ഠിത രാജ്യമാക്കിക്കൊണ്ട് ഒരു ഖാലിസ്ഥാൻ എന്നുള്ള രാജ്യം രൂപീകരിക്കുക എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള പണസമാഹരണം അത് കാനഡ കേന്ദ്രീകരിച്ച് നടക്കുന്നു. കനേഡിയൻ സർക്കാർ തന്നെ അതിന് ധനസഹായം നൽകുന്നു എന്ന് വ്യക്തമാക്കുന്നു. കനേഡിയൻ സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പ് തന്നെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരമാണ് ഈ ധനസഹായം നൽകുന്നു എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. ദ 2025 അസസ്മെൻറ്റ് ഓഫ് മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് റിസ്ക് ഇൻ കാനഡ എന്നുള്ള ഒരു ലേഖനത്തിൽ, ആ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായും 2 സംഘടനകളാണ്. ഒന്ന് ബബർ ഖലീസയാണ്, മറ്റൊന്ന് സിഖ് യൂത്ത് ഫെഡറേഷനാണ്. എന്നീ 2 സംഘടനകൾക്കാണ് ധനസഹായം നൽകിയിരുന്നതായി ഈ ധനകാര്യ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഭാരതം ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. കനേഡിയൻ മണ്ണിൽ നിന്നുകൊണ്ട് ഭാരതത്തിനെതിരെ വിഘടനവാദ ആശയം മുൻനിർത്തി, അല്ലെങ്കിൽ വിഘടനവാദ ആശയം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അത്
കനേഡിയൻ മണ്ണിൽ വ്യാപകമായി നടക്കുന്നു എന്നുള്ളത് പലപ്പോഴും ഭാരതം തെളിവുകൾ സഹിതം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ അവസരങ്ങളിലൊക്കെ തന്നെ കാനഡ അതിനെ തള്ളിപ്പറയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കാനഡയുടെ ധനകാര്യ വകുപ്പ് തന്നെ അല്ലെങ്കിൽ ധനകാര്യ മന്ത്രാലയം തന്നെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയാണ്. അവരുടെ റിപ്പോർട്ടിലാണ് ഈ രണ്ട് സംഘടനകൾക്ക് ഇത്തരത്തിൽ ഈ ധനസഹായം നൽകി വരുന്നതായി വ്യക്തമാക്കുന്നത്. ഈ ബബർ ഖലീസ ഇൻ്റർനാഷണലിനെയും അതേപോലെ തന്നെ സിഖ് യൂത്ത് ഫെഡറേഷനെയും അവർ ഖാലിസ്ഥാനി ഭീകര സംഘടനകളാണ് എന്നുള്ളത് ധനകാര്യ വകുപ്പിൻ്റെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് വയലന്റ് എന്നുള്ളതാണ് പ്രധാനമായും ഇവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം. ഇവരെ ഈ ഹമാസിനെയും അതേപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദിനെയും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികയിലാണ് ഈ രണ്ട് സംഘടനകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇവർക്ക് കനേഡിയൻ സർക്കാർ ധനസഹായം നൽകി വരുന്നു. ഒരു കോണി കൂടെ ഇവരെ ഭീകരവാദികൾ എന്നിപ്പോൾ അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. മറുകൈകൊണ്ട് അവർക്ക് ധനസഹായം നൽകുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ അത്തരം സ്ഥിതിയായിരുന്നു കാനഡയിൽ ഉണ്ടായിരുന്നത്. അത് ധനമന്ത്രാലയം തന്നെയാണ് വ്യക്തമാക്കുന്നത്. വളരെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് സർക്കാർ തന്നെ വ്യക്തമാക്കുകയാണ് തങ്ങൾ ഭീകരവാദ സംഘടനകൾക്ക് ഭാരതത്തിനെതിരെ നിഴൽ യുദ്ധം നടത്തുന്ന ഖലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾക്ക് തങ്ങൾ ധനസഹായം നൽകിയിട്ടുണ്ട് എന്നുള്ളത് കാനഡ തന്നെ തുറന്നു പറയുന്ന സാഹചര്യം. അത് ലോകരാജ്യങ്ങളിത് ശ്രദ്ധയോടെ വീക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് പലപ്പോഴും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതം ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. കനേഡിയൻ മണ്ണിൽ നിന്നുകൊണ്ട് ഭാരതത്തിനെതിരെ യുദ്ധം നടത്തുവാൻ, നിഴൽ യുദ്ധം നടത്തുവാൻ വേണ്ടി ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾക്ക് പാലൂട്ടുന്നത് കാനഡയാണ് എന്നുള്ളത് പലപ്പോഴും ഭാരതം തുറന്നു കാട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ കാനഡ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് തങ്ങൾ ഈ ഭീകരവാദ സംഘടനകൾക്കും അത് ഹമാസിനെ പോലെയുള്ള ഭീകര സംഘടനകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികയിൽ ആ പട്ടികയിലുള്ള ഈ സംഘടനകൾക്ക് തങ്ങൾ ധനസഹായം നൽകുന്നു എന്നുള്ളത് കനേഡിയൻ സർക്കാർ തന്നെ തുറന്നു പറയുന്നു. സ്വാഭാവികമായും ലോകരാജ്യങ്ങൾ ഇത് വീക്ഷിക്കും, ഇത് ശ്രദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നീലിമ, സ്വാഭാവികമായും നമ്മുടെ വിദേശ മന്ത്രാലയത്തിൻ്റെ പ്രതികരണം വരേണ്ടതുണ്ട്. വലിയ രീതിയിൽ കാനഡയെ പ്രതിരോധത്തിലേക്ക് നയിക്കുന്ന നടപടികൾ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുകയാണ്. സ്വാഭാവികമായി ഇപ്പോൾ അറിയാം ഭാരതത്തിൻ്റെ പഴയൊരു സ്ഥാനമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ ലോകരാഷ്ട്രീയത്തിൽ ഭാരതത്തിനുള്ളത്. സ്വാഭാവികമായും കാനഡ ഇത്തരം വിഘടനവാദ ശക്തികളെ, പ്രത്യേകിച്ച് പഞ്ചാബിനെ സ്വതന്ത്രമാക്കണമെന്ന് വാദിക്കുന്ന ഭാരതത്തിനെതിരെ വിഘടനവാദ ശക്തികളായി നിലകൊള്ളുന്ന ബബർ ഖൽസ അടക്കമുള്ള സംഘടനകൾക്ക് ഇങ്ങനെ സഹായം നൽകുമ്പോൾ സ്വാഭാവികമായും ലോകത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ബബർ ഖൽസ ഇൻ്റർനാഷണൽ എന്നുള്ള സംഘടന ഭീകരവാദ സംഘടനയാണെന്ന് പലപ്പോഴും ഭാരതം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല ഈ സിഖ് യൂത്ത് ഫെഡറേഷനും ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. പ്രത്യേകിച്ച് ഭാരതത്തിനുള്ളിൽ തന്നെ ഈ രണ്ട് സംഘടനകളും പലപ്പോഴും അനിശ്ചിതത്വം സൃഷ്ടിക്കാറുണ്ട്. അവർ ഈ അക്രമങ്ങളൊന്നും നടത്തിയില്ലെങ്കിൽ കൂടിയും, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ ഇത്തരം ഭീകരവാദ സംഘടനകൾക്ക്, ഖാലിസ്ഥാൻ സംഘടനകൾക്ക് ഭാരതത്തിൽ ഒരു തരത്തിലുള്ള സ്ഫോടനങ്ങളോ ആക്രമണങ്ങളോ നടത്താൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് അവർ മെട്രോ പില്ലറുകളിലും, ഡൽഹിയിലെ മെട്രോ പില്ലറുകളിലും ഇത്തരം തൂടുകളിലും മറ്റും ഇത്തരം മുദ്രാവാക്യങ്ങൾ എഴുതുന്നതിനപ്പുറത്തേക്ക് കാര്യമായ രീതിയിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ ഭാരതത്തിൻ്റെ ഉള്ളിൽ നടത്തുവാൻ വേണ്ടി ഇത്തരം ഖാലിസ്ഥാൻ സംഘടനകൾക്ക് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ വാർത്തകളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് കനേഡിയൻ മണ്ണിൽ, കാനഡയുടെ മണ്ണിൽ ഭാരതത്തെ അവഹേളിച്ചുകൊണ്ടുള്ള, ഭാരതത്തിൻ്റെ ദേശീയ പതാകയെ അവഹേളിച്ചുകൊണ്ടുള്ള, ഭാരതത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടുള്ള ഇത്തരം തീവ്ര സിഖ് അനുഭാവികളുടെ ഇത്തരം പ്രകടനങ്ങൾ അല്ലെങ്കിൽ ഖാലിസ്ഥാൻവാദികളുടെ പ്രകടനങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി കാനഡയിൽ സന്ദർശനം നടത്താൻ എത്തിയപ്പോൾ അവിടെയും അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഭാരതത്തിലെ ഭരണകർത്താക്കൾക്കെതിരെയും അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ നിലപാടുകൾക്കെതിരെയും നിരന്തരം ഭീഷണി ഉയർത്തുന്ന ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾക്ക് ഈ കനേഡിയൻ മണ്ണിൽ അല്ലെങ്കിൽ കാനഡ അവരെ പാലൂട്ടി വളർത്തുന്നു, അവർക്ക് ധനസഹായം നൽകുന്നു എന്നുള്ള വിവരങ്ങൾ സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങൾ അവർ ചർച്ച ചെയ്യപ്പെടും. ഇത്തരം തീവ്രവാദത്തിന് വേണ്ടി കനേഡിയൻ മണ്ണിൽ നിന്നുമുള്ള ഫണ്ടിങ് അത് ഏത് തരത്തിൽ ലോകരാജ്യങ്ങൾക്കാകെ വിപത്താകുമെന്നുള്ളത് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. മാത്രമല്ല UN അടക്കമുള്ള അന്താരാഷ്ട്ര ആഗോള സംഘടനകളിലേക്കും ഇക്കാര്യങ്ങൾ എത്തപ്പെടുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നീലിമ, ശരി. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്.
ശമ്പള പരിഷ്കരണത്തിൽ വാക്ക് പാലിക്കാതെയാണ് രണ്ടാം പിണറായി സർക്കാർ. 12ാം ശമ്പള പരിഷ്കരണം ഈ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നാണ് വരുന്ന വിവരങ്ങൾ. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോലും സർക്കാർ കടന്നിട്ടില്ല. ഇനി ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ ബാക്കിയുള്ളത് 8 മാസം മാത്രമാണ്. ഇതിനുള്ളിൽ എങ്ങനെയാണ് ഈ ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ കഴിയുന്നത് എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. ഇത് ജീവനക്കാരോടുള്ള വഞ്ചനയെന്നാണ് സർവീസ് സംഘടനകൾ പറയുന്നത്. ജനം ബ്രേക്കിംഗ്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രജിത്ത്, രണ്ടാം പിണറായി സർക്കാരും ഈ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ കൈയൊഴിയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. വിവരങ്ങൾ. നിലിമ, സംസ്ഥാനത്തെ ജീവനക്കാർ, പെൻഷനേഴ്സ് എന്നിവരെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് 12ാം ശമ്പള പരിഷ്കരണം എന്നുള്ളത്. എന്നാൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമിക നടപടികൾ പോലും ആരംഭിക്കാതെ സർക്കാർ ഇപ്പോഴും ഒളിച്ചുകളി തുടരുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പലവട്ടം ഇത് സംബന്ധിച്ച്, അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കും, അതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ അദ്ദേഹം നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത്തരം പ്രതീക്ഷകളെല്ലാം ഏതാണ്ട് അസ്തമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് സർവീസ് സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണം. അവർ കൃത്യമായി വ്യക്തമാക്കുന്നത് ഇനി സർക്കാരിൻ്റെ കാലാവധി തീരാൻ 8 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ 4 മാസത്തോളം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നഷ്ടമാകും. ആ സമയങ്ങളിൽ ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. തുടർന്ന് ആകെ 4 മാസം മാത്രമാണ് സർക്കാരിന് മുൻപിലുള്ളത്. ഇക്കാലയളവ് കൊണ്ട് ഒരു ശമ്പള പരിഷ്കരണ നടപടികളുമായി, അതായത് പ്രത്യേകിച്ച് 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നതും അതിൻ്റെ പ്രാഥമിക നടപടികളൊക്കെ ആരംഭിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ പോലും സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഈ കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ, അതായത് കഴിഞ്ഞ കുറേ നാളത്തെ മന്ത്രിസഭാംഗങ്ങളുടെയൊക്കെ സർക്കാർ ജീവനക്കാർ പ്രധാനമായി ഉറ്റുനോക്കിയിരുന്നത് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള തീരുമാനങ്ങൾ, നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ രീതിയിൽ വാഗ്ദാനം ചെയ്ത സർക്കാർ ജീവനക്കാരെ അടക്കം ഒപ്പം ചേർത്ത് നിർത്താൻ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയെങ്കിലും അതിനപ്പുറത്തേക്ക് അവരുടെ ശമ്പള പരിഷ്കരണം അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ പോകുന്നില്ല എന്നുള്ളതാണ്. 2019 ഈ 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നത്. അത് പിന്നീട് 13 മാസങ്ങൾക്ക് ശേഷം, അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെയാണ് അന്ന് കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നതും. പിന്നീട് 2021 ഫെബ്രുവരി 10 ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് നൽകി ഏതാണ്ട് 2 ആഴ്ച കൊണ്ട് സർക്കാർ ആ റിപ്പോർട്ടിന് സാധാരണഗതിയിലില്ലാത്തൊരു സാഹചര്യം പരിഗണിച്ച് അതിന് അംഗീകാരം നൽകുന്നൊരു സാഹചര്യമുണ്ടായി. കാരണം 2021 ഫെബ്രുവരിയിൽ ഈ പറയുന്ന ശമ്പള പരിഷ്കരണത്തിന് സർക്കാർ അംഗീകാരം നൽകുന്നു. 2021 ഏപ്രിൽ വീണ്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടത്തിന് വേണ്ടി സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്താൻ വേണ്ടി അന്ന് അതിവേഗം ശമ്പള പരിഷ്കരണത്തിന് സർക്കാർ അംഗീകാരം നൽകുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ ഇത്തവണ അതില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ എടുത്തു പറയേണ്ടത് എല്ലാ 5 വർഷവും കേരളത്തിൽ ശമ്പള പരിഷ്കരണം അടക്കമുള്ള നടപടികൾക്ക് സർക്കാർ പോകാറുണ്ട്. പക്ഷേ ഇത്തവണ അതും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സർവീസ് സംഘടനകൾ ആരോപിക്കുന്നത്. കാരണം സർക്കാരിൻ്റെ ഈ തനത് വരുമാനത്തിൻ്റെ വർധനവിന് വേണ്ടിയിട്ടൊക്കെ വളരെ കഷ്ടപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പോലും മുണ്ടുമുറുക്കി ജീവിച്ചവരാണ് തങ്ങൾ ജീവനക്കാർ എന്നവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് DA അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പലതവണ വൈകിപ്പിച്ചപ്പോഴും അതിൽ ചില പ്രതിഷേധങ്ങൾക്കപ്പുറത്തേക്ക് കൂടുതൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ പോകാതെ തനത് വരുമാന വർധനവിന് വേണ്ടി സഹകരിച്ചവരാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ. അവരെയാണ് സർക്കാർ വഞ്ചിക്കുന്നത് എന്നാരോപിച്ചാണ് ഇപ്പോൾ സർവീസ് സംഘടനകളടക്കമുള്ളവർ രംഗത്ത് വരുന്നത്. നീലിമ. യൂറോപ്യൻ യൂണിയനുമായി ഇടഞ്ഞ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ യൂണിയനെതിരെ വീണ്ടും അധിക താരിഫ് ചുമത്തുന്നത് ഉൾപ്പെടെ ആലോചിക്കുമെന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. അമേരിക്കൻ കമ്പനിയായ ഗൂഗിളിന് $3500 കോടി പിഴ ചുമത്തിയതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. പിഴ ചുമത്തിയ നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. വിവരങ്ങൾ. നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് ചില താരിഫുകൾ ചുമത്തുകയും തുടർന്ന് ചർച്ച നടത്തുകയും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷയുമായുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തതിന് ശേഷമാണ് അത്തരത്തിലുള്ള അധിക താരിഫ് പിൻവലിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് 15% താരിഫായി കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ കമ്പനിയായ ഗൂഗിളിനെതിരെ യൂറോപ്യൻ യൂണിയൻ $3500 കോടി പിഴ ചുമത്തിയത്. ഈ പിഴ ചുമത്തിയതിന് കാരണം എന്ന് പറയുന്നത് ഗൂഗിളിന്റെ വിപണിയിലെ സ്വാധീനവും അതുപോലെ തന്നെ മറ്റു സ്വാധീനങ്ങളും ഉപയോഗിച്ച്, വിപണിയിലെ തന്നെ ശക്തമായ സ്വാധീനമുള്ള സ്ഥാപനമായ ഗൂഗിൾ ആ സ്വാധീനം ഉപയോഗിച്ച് തങ്ങളുടെ തന്നെ പരസ്യ പോർട്ടലുകൾക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകുകയും അതിന് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്തു എന്നതാണ്. അത് നാട്ടിലെ മത്സരക്ഷമമായി
മത്സരക്ഷമമായി വ്യവസായങ്ങളും അതുപോലെ തന്നെ അനുബന്ധ സേവനങ്ങളും നിലനിർത്തുന്നതിന്റെ ലംഘനമായ നിയമത്തിന്റെ ഭാഗമായാണ് ഈ പിഴ ചുമത്തിയത്. 2021 മുതൽ ഇത് സംബന്ധിച്ച അന്വേഷണം യൂറോപ്യൻ യൂണിയൻ തുടരുന്ന ഒരു പശ്ചാത്തലത്തിന് പിന്നാലെയാണ് ഈ ഒരു നീക്കം നടന്നത്. എന്നാൽ ഈ $3500 കോടി എന്ന് പറയുന്നത് സ്വാഭാവികമായും അമേരിക്കയിൽ എത്തേണ്ട നിക്ഷേപമാണ്. അത്തരത്തിൽ വലിയ തോതിൽ അമേരിക്കയിൽ എത്തേണ്ട നിക്ഷേപത്തെ തടഞ്ഞു വെക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഈ അധികമായി ചുമത്തിയ ഈ പിഴ അല്ലെങ്കിൽ ഈ തെറ്റായ രീതിക്ക് ചുമത്തിയ ഈ പിഴ അടിയന്തരമായി ഗൂഗിളിന്റെ നടപടിക്കെതിരെ ഈ ഗൂഗിളിനെതിരായി ഉണ്ടായ നടപടി പിൻവലിച്ചില്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് നീങ്ങും. അത് അധിക താരിഫ് ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് വലിയൊരു വെല്ലുവിളിയായി തന്നെ പോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഭാരതവുമായി അടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. സ്വാഭാവികമായും ഇക്കഴിഞ്ഞ ദിവസമാണ് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ അധ്യക്ഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ അധിക താരിഫ് ചുമത്തുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അധിക താരിഫ് ചുമത്താനുള്ള നീക്കങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായ പ്രതിരോധം സൂക്ഷിക്കുക എന്നതിന്റെ ഭാഗമായി കൂടിയാണ് യൂറോപ്യൻ യൂണിയന്റെ നീക്കമുണ്ടായത്. ഇതെല്ലാം തന്നെ ട്രംപിനെ ചൊടിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ ആപ്പിളിനും ഇതുപോലെ തന്നെ തെറ്റായ ബിസിനസ് കീഴ്വഴക്കങ്ങൾക്കെതിരെ കടുത്ത നടപടി യൂറോപ്യൻ യൂണിയൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ ഒരു പ്രകോപനമായി ഏറ്റെടുത്താണ് ട്രംപ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ തുക പിഴയായി ഈടാക്കാനുള്ള നീക്കം തടയുക തന്നെ വേണമെന്ന നിലപാടാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ US ട്രേഡ് സാങ്ഷൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അനുസരിച്ച് കടുത്ത നടപടിയിലേക്ക് നീങ്ങും. അതായത് ഭാരതത്തിന് ചുമത്തിയതുപോലെ അധിക താഴ്വ ചുമത്താൻ തന്നെ നീക്കം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നീലിമ. ഐസൻ തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഐസനിലേക്ക് പോകേണ്ടതുണ്ട്. ബ്രിട്ടനിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം നടത്തിയ 425 പേർ അറസ്റ്റിൽ. പാർലമെന്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നിരവധി പേർ അറസ്റ്റിലായത്. പലസ്തീൻ അനുകൂല സംഘടനയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രക്ഷോഭം. വിവരങ്ങളുമായി ഐസൺ ചേരുന്നുണ്ട്. ഐസൺ, 425 പേരാണ് ഇപ്പോൾ ബ്രിട്ടനിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഈ പലസ്തീൻ അനുകൂല പ്രക്ഷോഭമൊക്കെ വലിയ തോതിൽ വലിയ കലാപങ്ങളിലേക്കും വലിയ അക്രമങ്ങളിലേക്കുമൊക്കെ വഴിതെളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ബ്രിട്ടനിൽ കണ്ടതാണ്. പക്ഷേ നേരത്തെ ഈ പലസ്തീൻ അനുകൂലികൾക്കെതിരെ കർശനമായ ഒരു നിലപാടെടുക്കുന്നതിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വലിയ തോതിൽ വീഴ്ച വന്നിരുന്നു. ഇപ്പോൾ പക്ഷേ കുറച്ചുകൂടി കൃത്യമായി ഈ വിഷയങ്ങളിൽ ഇടപെടുകയാണ് സർക്കാർ. വിവരങ്ങൾ. തീർച്ചയായും നീലിമ, കടുത്ത നടപടികളിലേക്ക് ബ്രിട്ടൻ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ നിലപാടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ പാലസ്തീൻ ഓർഗനൈസേഷനുകൾ, അതായത് പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഓർഗനൈസേഷനുകൾക്ക് പലതിനും ഉപരോധം ഏർപ്പെടുത്തുകയും ഒരു പരിധിവരെ നിരോധനത്തിന്റെ സ്വഭാവമുള്ള ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇവരുടെ വിദേശ ഫണ്ടിംഗ് ഉൾപ്പെടെ അല്ലെങ്കിൽ സ്വദേശത്ത് നിന്ന് ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും അത് സ്വാഭാവികമായും ആ പ്രസ്ഥാനത്തിന്റെ നീക്കങ്ങളെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാലസ്തീൻ അനുകൂല സംഘടനകളുടെ പ്രക്ഷോഭ പരിപാടികൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 1000-ലേറെ പേർ തടിച്ചുകൂടിയ പാർലമെന്റിന് മുന്നിൽ ഒരു പ്രക്ഷോഭമുണ്ടായത്. ഈ പ്രക്ഷോഭത്തെ തുടർന്ന് അത് അക്രമാസക്തമാവുകയും അതിശക്തമായ നടപടി ബ്രിട്ടീഷ് പോലീസ് സ്വീകരിക്കുകയുമായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് 425ഓളം പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുക, പാർലമെന്റ് സ്ട്രീറ്റിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക, അത്തരത്തിലുള്ള നിരവധിയായ ക്രമസമാധാന വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ബ്രിട്ടനിൽ ശക്തമായ നടപടികൾ തുടരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, UN ജനറൽ അസംബ്ലി യോഗം ചേരാനിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ശക്തമായി ബ്രിട്ടനിൽ ഉണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ബ്രിട്ടൻ ഒരു പാലസ്തീൻ അനുകൂല നിലപാട് നേരത്തെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ആ പാലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ച അല്ലെങ്കിൽ പാലസ്തീൻ അംഗീകരിക്കുമെന്ന നിലപാട് സ്വീകരിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കുറെ കൂടി സ്വതന്ത്രമായ രീതിയിൽ കുറെ കൂടി അമിത സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങൾ ലണ്ടനിൽ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രക്ഷോഭം ഉണ്ടായതും കടുത്ത നടപടിയിലേക്ക് പോലീസ് നീങ്ങിയതും 425 പേർ അറസ്റ്റിലായതും ഇതിൽ കൂടുതൽ അറസ്റ്റിലായിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇനി തുടർന്നുള്ള മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നീലിമ. ഇനി നമ്മൾ പോകുന്നത് ശബരിമലയിലേക്കാണ്. ഓണം പൂജകൾക്ക് ഇന്ന് ചതയ ദിനത്തോടെ സമാപനമാവുകയാണ്. ചന്ദ്രഗ്രഹണമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ വൈകിട്ട് ശബരിമലയിലെ ചടങ്ങുകളിൽ മാറ്റമുണ്ട്. മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, വലിയ ഭക്തജന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് രാത്രി 8:30 നട അടയ്ക്കുകയാണ്. വിവരങ്ങൾ എന്തെല്ലാം?
നീലിമ, ഉത്രാടം നാൾ മുതൽ ആരംഭിച്ച തിരുവോണം അവിട്ടം ചതയം 4 ദിവസത്തെ ഓണം പൂജകൾക്ക് ഇന്ന് സമാപനമാവുകയാണ്. ഇന്ന് ചന്ദ്രഗ്രഹണമാണ്. 8:58 മുതൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നതിനാൽ വൈകിട്ട് ഉച്ചതിരിഞ്ഞ് ഉള്ള ചടങ്ങുകളിൽ മാറ്റമുണ്ട്. വൈകിട്ട് 4 മണിക്ക് നട തുറക്കും, 6 മണിക്ക് പടിപൂജ, 6:30-ക്ക് ദീപാരാധന, 7:30-ക്ക് അത്താഴ പൂജ. നേരത്തെ 1 മണിക്കൂർ 1.5 മണിക്കൂറിലധികം നേരത്തെ 8:20-ന് ഹരിവരാസനം പാടി 8:30-യോടുകൂടി നടയടയ്ക്കും. ഇതോടെ ഓണം പൂജകൾക്ക് സമാപനമാകും. സുഗമമായ ദർശനമാണ് ഇന്ന് സന്നിധാനത്ത് ഭക്തർക്ക് സാധ്യമാകുന്നത്. ഏറ്റവും സുഗമമായ ദർശനം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സാവധാനം 18-ാം പടി കയറി ഓരോ പടിയും തൊട്ട് തൊഴുത് കയറി വരാനുള്ള ഒരു സാഹചര്യം ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ശബരിമല സന്നിധാനത്തെ ഭക്തജന തിരക്ക് കണക്കിലെടുക്കുമ്പോൾ ഇങ്ങനെ അപൂർവമായ ദിവസങ്ങളിൽ മാത്രമാണ് ഭക്തജനങ്ങൾക്ക് സാവധാനം തിരക്ക് കൂടാതെ 18-ാം പടി കയറി വരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഭാഗ്യം ഭക്തജനങ്ങൾക്ക് സിദ്ധിച്ച ഒരു ദിവസമായി മാറുകയാണ് ഇന്ന്. തിരക്ക് നന്നേ കുറവാണ്, തിടുക്കം ആവശ്യമില്ല. ഓരോ പടിയും തൊട്ട് തൊഴുതാണ് ഭക്തജനങ്ങൾ കയറി വരുന്നത്. ദൃശ്യങ്ങളിൽ കാണാം. താഴെ ഫ്ലൈ ഓവറിലും താഴെ നടപ്പന്തലിലുമൊന്നും വലിയ തിരക്കില്ല. സാവധാനം തന്നെ കൂടുതൽ സമയം ദർശനം സാധ്യമാകുന്നുണ്ട് ഭക്തജനങ്ങൾക്ക്. സാധാരണ 30 സെക്കൻഡൊക്കെയാണ് അയ്യപ്പ ദർശനം തിരക്കുള്ള ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്ക് സാധ്യമാകുന്നതെങ്കിൽ ഇന്ന് ഇതുപോലെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സമയം അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ ഭക്തജനങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം കൂടി ഭക്തജനങ്ങൾക്ക്, ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു ഭാഗ്യം കൂടി സിദ്ധിക്കുന്നുണ്ട്. ഓണത്തോടനുബന്ധിച്ച് 3 ദിവസം ഓണസദ്യ ഉണ്ടായിരുന്നു. വിപുലമായ ആഘോഷങ്ങളാണ് സന്നിധാനത്ത് നടന്നത്. ദേവസ്വം ജീവനക്കാരും പോലീസ് അയ്യപ്പന്മാരും എല്ലാം ചേർന്ന് അത്തപ്പൂക്കളം ഒരുക്കിയും ഓണസദ്യയുമൊക്കെയായി വലിയ വിപുലമായ ആഘോഷങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി സന്നിധാനത്ത് നടന്നു. ഉത്രാടം, തിരുവോണം, അവിട്ടം 3 ദിവസങ്ങളിലും ഓണസദ്യയിൽ പങ്കെടുത്താണ് എത്തിയ ഭക്തജനങ്ങളെല്ലാം മടങ്ങിയത്. ഓരോ ദിവസവും 5000-ന് മുകളിൽ ഭക്തജനങ്ങൾ 3 ദിവസമായി നടന്ന ഓണസദ്യയിൽ പങ്കെടുത്തു. 3 ദിവസവും പ്രത്യേകം ആദ്യ ദിവസം മേൽശാന്തിയുടെയും 2ാമത്തെ ദിവസം ദേവസ്വം ജീവനക്കാരുടെ, 3ാമത്തെ ദിവസം ശബരിമലയിൽ ഡ്യൂട്ടിയിലുള്ള പോലീസ് അയ്യപ്പന്മാരുടെയും എല്ലാം വകയായാണ് 3 ദിവസങ്ങളിലായി ഓണസദ്യ സന്നിധാനത്ത് നടന്നത്. മുഴുവൻ ഭക്തജനങ്ങളും ഈ സദ്യയിലും പങ്കെടുത്തു. സദ്യയിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ ഭക്തജനങ്ങളുടെ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് നട അടയ്ക്കുന്ന ദിവസമായതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറഞ്ഞ സാഹചര്യം ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്ന ഒരു ദിവസമായി മാറുന്നത്. തെളിഞ്ഞ കാലാവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടവിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഇന്ന് മഴയും മാറി നിൽക്കുന്നു. അനുകൂലമായ കാലാവസ്ഥ ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നു. കുഞ്ഞ് അയ്യപ്പന്മാർ, കുഞ്ഞ് മാളികപ്പുറങ്ങളെല്ലാം ധാരാളമായി എത്തിയ ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാം. ശമിശരണം, ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ മോൾക്ക് 10 വർഷമായി കുഞ്ഞുങ്ങളില്ല. അയ്യപ്പൻ്റെ നടയിൽ നേർന്നിട്ട് പോയപ്പോൾ 3 കുഞ്ഞുങ്ങളെ കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ അയ്യപ്പൻ്റെ നടയിൽ തന്നെ ചോറ് കൊടുക്കാമെന്ന് നേർന്നാണ് ഇന്ന് ഞങ്ങൾ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നത്. അയ്യപ്പൻ്റെ അനുഗ്രഹം ആണ്. അയ്യപ്പൻ്റെ അനുഗ്രഹം പറഞ്ഞാൽ തീരാത്ത അത്രയും ഉണ്ട്. വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങളുടെ മക്കൾ 3 പേരും. പേരെന്താ കുഞ്ഞുങ്ങളുടെ? കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞോട് പോനെ. അനക്, അൻവി, അൻവിക. കഴിഞ്ഞ തവണ വന്ന് പ്രാർത്ഥിച്ചു. ഇത്തവണ 3 കുഞ്ഞുങ്ങളുടെയും ചോറ് കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ഞങ്ങൾ ഒരു വലിയ സന്തോഷമാണ് ഇപ്പോൾ ജനം TV പ്രേക്ഷകരുമായിട്ട് അവർ പങ്കുവച്ചത്. കഴിഞ്ഞ തവണ അയ്യപ്പനോട് വന്ന് പ്രാർത്ഥിച്ചു. ഇത്തവണ 3 കുഞ്ഞുങ്ങളുടെയും ചോറൂണ് ചടങ്ങ് ഇവിടെ സന്നിധാനത്ത് വെച്ച് നടക്കാൻ പോകുന്നു. ഉഷപൂജയ്ക്ക് ശേഷം ചോറൂണ് ചടങ്ങ് നടക്കും. അതിൻ്റെ ഒരു വലിയ സന്തോഷം കൂടിയാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. നമുക്കും അത് കേട്ടതിൻ്റെ സന്തോഷമുണ്ട്. എന്തായാലും സുഗമമായ ദർശനം സാധ്യമാകുന്നു. അതിൻ്റെ സന്തോഷമാണ് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. വിശേഷ ദിവസങ്ങൾ ശബരിമലയിൽ അയ്യപ്പസ്വാമിക്കൊപ്പം ആഘോഷിക്കുക, അയ്യപ്പസ്വാമിയെ അവിടെ വണങ്ങിക്കൊണ്ട് പുതിയ നല്ല ദിവസങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതെല്ലാം ഭക്തജനങ്ങളുടെ, അയ്യപ്പ ഭക്തരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും. അങ്ങനെ ആഗ്രഹ സഫലീകരണത്തോടു കൂടി മലയിറങ്ങിയ ഭക്തജനങ്ങളെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി സന്നിധാനത്ത് നിന്ന് കണ്ടത്. ഓണത്തിൻ്റെ ആ നല്ല നാളുകൾ അയ്യപ്പസ്വാമിയോടൊപ്പം ആഘോഷിച്ച് മലയിറങ്ങിയ ഭക്തജനങ്ങൾ അവരുടെ സന്തോഷത്തിൻ്റെ, ആഗ്രഹ സഫലീകരണത്തിൻ്റെ എല്ലാം ഭാവങ്ങളാണ് സന്നിധാനത്ത് നിന്ന് ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളും എത്തിയ കാഴ്ചകളാണ് ഈ 4 ദിവസങ്ങളായി സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത്. നീലിമ, ഏതായാലും മിഥുൻ, നമ്മുടെ ഫ്രെയിമിൽ വന്നത് അങ്ങേറ്റ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവരുടെ ചോറൂണിനായി അച്ഛനും മുത്തശ്ശിയും ഒക്കെ സന്നിധാനത്തിലേക്ക്, അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്ന ആ കാഴ്ച ആരുടെയും മനം കുളിർപ്പിക്കുന്നതാണ്. മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ശബരിമലയിൽ നിന്നും പങ്കുവച്ചത്. ഇപ്പോൾ ഇനി നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. അവിടെ ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള പുലികളിക്ക് ഒരുങ്ങുകയാണ് തൃശ്ശൂർ. വിവിധ പുലിമടകളിൽ പുലികളിക്കുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴികൾ
കീഴടക്കുന്ന പുലിക്കളി. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, പുലിമടയിലാണോ ഇപ്പോഴുള്ളത്? തീർച്ചയായിട്ടും നീലിമ, പുലിമടയിലാണുള്ളത്. അതായത് തൃശ്ശൂർ പൂരത്തിന് ശേഷം തൃശ്ശൂരുകാരെല്ലാം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഈ പുലികളിക്ക് വേണ്ടിയിട്ട്. അതായത് ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി അതിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പുലികളിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇവിടെ എല്ലാവരും. ആ ഒരു കാത്തിരിപ്പ് അതിൻ്റെ കാത്തിരിപ്പിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ പുലിമടകളെല്ലാം ഉണർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ സീതാറാമിൽ ദേശത്താണുള്ളത്. അവിടെ ഈ പുലിമടയിൽ പുലികൾക്ക് വേണ്ട ആടയാഭരണങ്ങളും അവർക്ക് വേണ്ട ഒരുങ്ങുന്നതിന് വേണ്ടിയുള്ള ചമയങ്ങളൊക്കെ അടക്കം ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം അവർക്ക് ലഭിച്ചിട്ടുള്ള ട്രോഫികളടക്കം അവരിവിടെ പ്രദർശനത്തിന് വേണ്ടി അവരുടെ ദേശത്തെ പ്രദർശനത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇക്കുറി 9 പുലിമടകളിൽ നിന്നുള്ള പുലികളാണ് നാളെ 4:30 ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴികൾ കീഴടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഓരോ ദേശത്തും 35 മുതൽ 51 പുലികൾ വരെ ഈ പുലിമടകളിൽ തയ്യാറെടുക്കുന്നു. അതായത് അത്തം പിറന്നതോടുകൂടി എല്ലാ പുലിമടകളിലും പുലികളുടെ ഗർജനം തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തം പിറന്നതോടെ തന്നെ അവരുടെ ആ ഒരു പുലികളിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒക്കെ ആരംഭിച്ചിരുന്നു. പുലികളി കലാകാരന്മാരുടെയൊക്കെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഇക്കുറി ഒരുക്കിയിട്ടുണ്ട്. വെളിയന്നൂർ ദേശം, കുട്ടൻകുളങ്ങര ദേശം, ജനസംഘം വിയ്യൂര്, ശങ്കരൻകുളങ്ങര ദേശം, അയ്യന്തോൾ ദേശം, ചക്കാമുക്ക് ദേശം, സീതാറാമിൽ ദേശം, നായ്ക്കനാൽ ദേശം, പൂങ്കുന്നം ദേശം, ഇങ്ങനെ നീളുകയാണ് ഈ 9 ദേശങ്ങളുടെ വിവരങ്ങൾ. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും അല്ലെങ്കിൽ എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ ദേശങ്ങളിലും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പുലികൾക്ക് വേണ്ടിയിട്ടുള്ള ചായം അരയ്ക്കൽ ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് രാവിലെ ആരംഭിക്കും. പക്ഷേ അത് നാളെ രാവിലെയോടുകൂടി അതിൻ്റെ മൂർധന്യത്തിലേക്ക്, ആ ഒരു ചടങ്ങിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുള്ളൂ. എന്തായാലും ഈ സീതാറാമിൽ ദേശത്തിൻ്റെ ഭാരവാഹികളൊക്കെ നമ്മളോടൊപ്പം ചേരുകയാണ്. പുലികളിക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. തീർച്ചയായും ഒരു 80% കാര്യങ്ങൾ ഇതുവരെ പൂർത്തീകരിച്ചാണ്. ഇത് നമുക്കറിയാം, 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗ് ആണ്. കഴിഞ്ഞ 2-3 മാസക്കാലമായി ഞങ്ങൾ ഉറക്കുളച്ച് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുലി ഇറങ്ങുന്നെങ്കിൽ അത് നിരവധിയായ ആളുകളുടെ കഠിന പ്രയത്നമാണ്. ഇതൊരു ദേശത്തിൻ്റെ കൂട്ടായ്മയാണ്. ദേശത്തെ കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ എല്ലാ ആളുകളും ഇതിന് പങ്കാളികളാണ്. സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഇപ്പോൾ നടക്കുന്നത്. ഈ എല്ലാ വർഷവും ഈ സസ്പെൻസുകളൊക്കെ ഉണ്ടാവും. ഇക്കുറിയും അങ്ങനെ സസ്പെൻസുകളുണ്ടോ? പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്, കരിമ്പുലി ചീറ്റപ്പുലിക്കൊക്കെ ഒപ്പം പെൺപുലി ഉണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. എന്താണ് ഇത്തവണ പെൺപുലി ഉണ്ടാവുമോ? ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പോലെ തന്നെ ഈ പ്രാവശ്യം പ്രത്യേകമായ സസ്പെൻസ് ഉണ്ട്. ഈ തൃശ്ശൂർ നഗരത്തെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സസ്പെൻസ് ഇപ്രാവശ്യം സീതാറാമിൽ ദേശത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. പെൺപുലികൾ നമ്മുടെ സ്ഥിരമായിട്ടുണ്ട്. 2 പെൺപുലികളും 2 ചെറിയ ഒരു പെൺപുലിയും കുട്ടിപ്പുലിയും ഉൾപ്പെടെ 2 കുട്ടിപ്പുലികൾ ഉൾപ്പെടെ ഇവിടെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. നാളെ എത്ര മണിയോടുകൂടി എല്ലാ ചടങ്ങുകളൊക്കെ അവസാനിക്കും? എങ്ങനെയൊക്കെയാണ് തുടങ്ങുന്ന സമയവും അത് സമയക്രമമൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? ഇന്ന് കാലത്ത് 10 മണിക്ക് ഇതിൻ്റെ ചമയ പ്രദർശനം ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA P. ബാലചന്ദ്രൻ നിർവഹിക്കും. അത് കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി പുലിവാൽ എഴുന്നള്ളിപ്പുണ്ട്. അത് ഈ ഓഫീസിൽ നിന്ന് പുലി വരയ്ക്കുന്ന മടയിലേക്ക് നമ്മൾ ഒരു എഴുന്നള്ളിപ്പായിട്ട് പോവും. ഈ ദേശത്തെ മുഴുവൻ ആളുകളെയും ഒരു ദേശപ്പെരുമ പോലെ, ഒരു വിളംബര ജാഥ പോലെ തന്നെ ഇത് നടക്കും. അത് കഴിഞ്ഞ് നാളെ കാലത്ത് 5:30 നമ്മുടെ പുലിമടയിൽ പുലിവര ആരംഭിക്കും. 3 മണിയോടെ വിശ്വപ്രസിദ്ധമായ ഒരു 4 തറവാട്ടിൽ നിന്ന് തന്നെയുള്ള പുലിയിറക്കം ആരംഭിക്കും. അതാണ് നമ്മുടെ പ്രോഗ്രാം. എന്തായാലും ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ദേശത്തിൻ്റെ, ഒരു നാടിൻ്റെ ഒരു കാത്തിരിപ്പാണ് ഈ പുലികളി എന്ന് പറയുന്നത്. കാരണം ഒരു വർഷത്തെ ഓണാഘോഷം സമാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ കാത്തിരിക്കുകയാണ് അടുത്ത വർഷത്തെ ആ ഒരു ആഘോഷ വേളയിലേക്ക്. അത് ഏതൊക്കെ രീതിയിൽ വേണം തയ്യാറെടുക്കാൻ എന്നുള്ള കാര്യങ്ങളിലൊക്കെയുള്ള കൂടിയാലോചനകളൊക്കെ ആയിട്ട് മാറുന്ന ഒരു സമയമാണ്. ഇപ്പോൾ തന്നെ അല്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ 2 മാസക്കാലമായി അവർ ഈ പുലികളിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അവർ അണിയറയിൽ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ തൃശ്ശൂർ പൂരം പോലെ തന്നെ സസ്പെൻസുകൾ നിറയ്ക്കുന്നതാണ് ഈ പുലികളിയും. ഈ 9 ദേശങ്ങളുടെ ഭാഗത്ത് നിന്ന് സസ്പെൻസുകൾ ഉണ്ടാകും അവർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പെൺപുലികളും ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയിൽ നിറയും, അല്ലെ പ്രകമ്പനം കൊള്ളിക്കാൻ എത്തും എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സസ്പെൻസുകൾ നിറച്ച പുലികളി, ഒപ്പം തന്നെ ആഘോഷങ്ങളുടെ പരിസമാപ്തി, ഇങ്ങനെ എല്ലാ തരത്തിലും പുലികളിയിലേക്ക്, അല്ലെ പുലികളി ആഘോഷത്തിലേക്ക്, ഓണാഘോഷത്തിന്റെ പരിസമാപ്തി കുറിക്കാൻ വേണ്ടി തൃശ്ശൂര് ഒരുങ്ങിക്കഴിഞ്ഞു. നീലിമ. അതായത് സാനു, ഇന്ന് വൈകുന്നേരം മുതൽ പുലികളിയുടെ ഒരു ആവേശം തൃശ്ശൂർ നഗരത്തിൽ തുടങ്ങുകയാണ്. ചായം തേക്കലൊക്കെ ഇന്ന് രാത്രി തന്നെ തുടങ്ങുകയാണല്ലോ. നേരത്തെ ഇപ്പോൾ സീതാറാം ഗ്രൂപ്പ് പറഞ്ഞതുപോലെ പെൺപുലികൾ ഇറങ്ങുന്നുണ്ട്. 2016 മുതലാണ് പെൺപുലികൾ ഇറങ്ങുന്നത്. മറ്റ് ദേശക്കാരുടെ കൂടി വിവരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം സ്ത്രീ സാന്നിധ്യം ഈ പുലികളിക്കുണ്ട്, അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്കുണ്ടോ ഇപ്പോൾ?
ഈ പെൺപുലികൾ ഇറങ്ങുന്ന വിവരങ്ങൾ പോലും പലരും സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ ഒരു ദേശത്തിനായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇക്കുറി എല്ലാ ദേശത്തിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള സസ്പെൻസുകൾ അല്ലെ പെൺപുലികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇന്ന് രാവിലെ, അതായത് പ്രത്യേകം സമയം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ ചായം ഒരയ്ക്കൽ അല്ലെ ചായത്തിനുള്ള ചടങ്ങുകളൊക്കെ ആരംഭിക്കും. അത് ആരംഭിച്ചതിന് ശേഷം നാളെ പുലർച്ചെ, അതായത് 5:30 അല്ലെങ്കിൽ 6 മണിയോടുകൂടിയൊക്കെ ആയിരിക്കും അത് ചായം പൂശാൻ വേണ്ടി തുടങ്ങുന്നത്. ഓരോ പുലികളുടെ ദേഹത്തും ഈ ചായം പൂശുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അതായത് ഇതൊക്കെ ഓരോ സമയക്രമം അനുസരിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതിനനുസരിച്ചാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളായിരിക്കും ഇന്ന് രാവിലെ 10:30 ശേഷമൊക്കെ പല സ്ഥലങ്ങളിലും പല മഠങ്ങളിലുമൊക്കെ ആരംഭിക്കുന്നത്. ആ ചടങ്ങുകൾ പിന്നീട് ആ ഒരു പ്രോസസ്സ് നാളെ പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന നിലയിലേക്ക്, അല്ലെ അതിങ്ങനെ തുടർച്ചയായിട്ട് ഓരോരോ ഘട്ടങ്ങളായിട്ട് കാര്യങ്ങൾ പോകുന്ന രീതിയിലാണ് ഇത്. പുലിക്കളിയുടെ ആവേശത്തിലേക്ക്, പുലിക്കളിയുടെ രൗദ്ര താളത്തിനനുസരിച്ച് തൃശ്ശൂർ മാറുകയാണ്. ഇനി നമ്മൾ ക്രിക്കറ്റ് ആവേശത്തിലേക്കാണ്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഫൈനൽ പോരാട്ടമാണ് ഇന്ന്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സും കൊല്ലം സെയിലേഴ്സുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക. കളിച്ച 10 മത്സരങ്ങളിൽ 8ഉം ജയിച്ചായിരുന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സെമിയിലേക്ക് മുന്നേറിയത്. സെമിയിൽ കാലിക്കറ്റിനെതിരെ 15 റൺസിന്റെ വിജയം. ദേശീയ ടീമിനൊപ്പം ചേർന്ന സഞ്ജു സാംസന്റെ അഭാവം കൊച്ചിക്ക് വലിയൊരു നഷ്ടമാണ്. മറുവശത്ത് 10 മത്സരങ്ങളിൽ 5 എണ്ണം ജയിച്ച് 3ാം സ്ഥാനക്കാരായി സെമിയിലേക്ക് മുന്നേറിയ ടീമാണ് കൊല്ലം സെയിലേഴ്സ്. എന്നാൽ സെമിയിൽ എതിരാളികളായ തൃശ്ശൂരിനെ നിഷ്പ്രഭരാക്കി 10 വിക്കറ്റിന്റെ ആധികാരിക വിജയമായിരുന്നു അവരുടേത്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 കലാശ പോരാട്ടം. രണ്ടാം സീസണിലും കിരീടം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കലാശ പോരാട്ടത്തിന് തങ്ങൾ ഇറങ്ങുന്നതെന്ന് ഏരീസ് കൊല്ലം നായകൻ സച്ചിൻ ബേബി. യുവതാരങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. സച്ചിൻ ബേബിക്കൊപ്പം എം നിഖിൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണ് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. ചാമ്പ്യന്മാരെ ഇന്നറിയാം. അപ്പോൾ നമ്മോടൊപ്പം ഏരീസ് കൊല്ലം സീരീസിൻ്റെ നായകൻ സച്ചിൻ ബേബി ചേരുന്നുണ്ട്. സച്ചേട്ടാ, 2ാമത്തെ സീസൺ ഇന്നറിയാം ചാമ്പ്യന്മാരെ. അതെ, നമ്മൾ തന്നെ വെയിറ്റിംഗ് ആണ്. കുറച്ച് സമയം കൂടെ ഉള്ളൂ. എന്തായാലും നമ്മൾ ഇത്രയും നമ്മളിവിടെ ഫൈനൽ വരെ എത്തി. അപ്പോൾ ഇതുവരെ ഇനി കളിച്ച് ഈ മാച്ചും കൂടെ നല്ല ക്രിക്കറ്റ് കളിച്ച് നമ്മൾ ആ ടോപ്പ് ഫസ്റ്റ് പൊസിഷനിലെത്താനാണ് ആഗ്രഹം. തുടർച്ചയായ 2ാം ഫൈനലാണ്. നേരത്തെ ഈ സീസണ് മുമ്പേ പ്രഭിയേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല, തവണയും കപ്പ് നമുക്ക് തന്നെ കിട്ടുമെന്നാണ്. പ്രഭിച്ച ടെൻഷനില്ല, പക്ഷെ ഞങ്ങൾക്ക് ടെൻഷനുണ്ട്. കളിക്കുന്ന പ്ലേയേഴ്സിന്, കാരണം എല്ലാ മാച്ചും നമ്മൾ ഇത് ഫൈനലായിക്കോട്ടെ ഏത് മാച്ചാണുള്ള പ്ലേയേഴ്സിന് ഒബ്വിയസ്ലി ആ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടാവും. ബട്ട് ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മളാദ്യം പറഞ്ഞാണ് നമ്മുടെ കയ്യിലാണ് ട്രോഫി ഉള്ളത്, നമ്മളത് വിട്ടുകൊടുക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. ഒപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സീസണിലുടനീളം ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ ഓപ്പണിങ്ങിൽ അത്ര അഭിഷേക് തിളങ്ങിയിരുന്നില്ല. പിന്നീട് അഭിഷേക് കൃത്യമായ ഫോമിലേക്ക് വന്നു. അത് ടീമിന് വലിയൊരു മുതൽക്കൂട്ടല്ലേ? തീർച്ചയായും. കാരണം അഭിഷേകിൻ്റെ നമുക്ക് ആ ഒരു ടാലൻറ്റ് നമുക്കറിയാം, എന്തോരം കേപ്പബിൾ ആണെന്ന് നോക്കാനും. കഴിഞ്ഞ കൊല്ലത്തെ നമ്മൾ ആ 100ഉം 50s നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒരു പ്ലെയറിൻ്റെ ഇതിൽ എസ്പെഷ്യലി ന്യൂ ബോൾ കളിക്കുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഒരു ബാഡ് പാച്ച് വരും. അപ്പോൾ നമ്മളത് മാക്സിമം അഭിഷേകിനെ ബാക്ക് ചെയ്ത് നമ്മൾ ബാക്ക് ചെയ്യേണ്ട ഒരു ഡെലിവറൻസ് അവൻ നമുക്ക് തന്നു. നമ്മൾ തുടർച്ചയായിട്ട് 3 50s അവൻ അടിച്ചു. ഇവൻ നല്ല ഫോമിലാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ ബാറ്റ്സ്മാർക്കും നമുക്ക് റൺസ് കിട്ടിയിട്ടുണ്ട് ഈ ടൂർണമെൻറ്റിലുടനീളം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നല്ലൊരു ഫോമിലും കൂടെയാണ്. സോ എനിക്കൊന്ന് നല്ലത് ഫൈനലിൽ സംഭവിക്കും. അപ്പം ഓപ്പണിങ്ങിലേക്ക് ഭരത് സൂര്യയെ കൊണ്ടുവരുന്നു, വിഷ്ണുവിനോദിൽ നിന്ന് താഴേക്ക് വരുന്നു. ആ പരീക്ഷണവും കൃത്യമായി വിജയിക്കുന്നു. ഭരതും കൃത്യമായി കഴിഞ്ഞ മത്സരം അർദ്ധ സെഞ്ചുറി നേടുന്നു, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. കാരണം വിഷ്ണുവിനും ചെറിയൊരു ഇതുണ്ടായിരുന്നു. കാരണം വിഷ്ണുവിന് ആ ഒരു വിക്കറ്റിലെ സ്ലോനെസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വിഷ്ണു തന്നെയാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ മെൻറ്റർ ശ്രീബായും പറഞ്ഞു അവനെ കുറച്ച് താഴെ കളിപ്പിക്കാനുള്ള കാര്യം. അപ്പം വിഷ്ണു കുറച്ചുകൂടെ അവൻ ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പം ഒബ്വിയസ്ലി നമുക്ക് 2 ഓപ്പണേഴ്സ് വേറെയുണ്ട്, ഭരത് സൂര്യയും സച്ചിൻ PS-ഉം. അപ്പം എനിക്കൊന്നു ഭരത് ഒരു കീപ്പറും കൂടെയാണ്, പ്ലസ് റൈറ്റിംഗ് കൂടെ ആയതുകൊണ്ട് നമ്മളത് ചെയ്തു. പക്ഷേ ബൈ ഗോഡ് ബ്ലെസ് അത് നമുക്ക് ക്ലിക്കായി. അപ്പം സെമി ഫൈനലിലെ വിജയം അതൊരു ആധികാരികമായ വിജയം തന്നെയായിരുന്നു. 10 വിക്കറ്റിന് സെമി ഫൈനലിൽ വിജയിക്കുക, അത് ഫൈനലിലേക്ക് വരുന്ന സമയത്ത് വരുന്നൊരു കോൺഫിഡൻസ് വളരെ വലുതല്ലേ?
100% നമുക്ക് എന്തായാലും അത് വലിയൊരു ഒരു മെസ്സേജാണ് നമ്മൾ കളിക്കാൻ പോകുന്ന ടീമിനും കൊടുക്കുന്നത്. നമ്മുടെ എന്തോരം നമ്മുടെ ബാറ്റിംഗ് നമ്മുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം. ബോളിംഗ് ഒബ്വിയസ്ലി നമ്മൾ ഒരു വലിയൊരു മെസ്സേജ് കൊടുത്തു. ഇതാണ് നമ്മൾ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഇതാണെന്നുള്ളൊരു ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് ബാറ്റിങ്ങിൽ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ നല്ല ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്നലത്തെ ആയിരുന്നു നമുക്കൊരു നമുക്ക് ശരിക്കും ഒരു മനസ്സിന് സന്തോഷം എന്നുള്ള വിജയം ഇന്നലത്തെ സെമി ഫൈനലിലെ ഒരു വിജയം തന്നെയായിരുന്നു. അപ്പോൾ അത് ശരിക്കും എല്ലാ ടീംമേറ്റ്സിനും ഒരു കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. എന്തായാലും കിരീടം ചുരുട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും വിജയം സായിക്കൊപ്പം എം നിഖിൽകുമാർ, ജനം. യുവതാരങ്ങളുടെ കരുത്തിൽ ഇത്തവണ തങ്ങൾ കിരീടം ചൂടുമെന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പരിശീലകൻ റൈഫി ഗോമസ്. KCL 2ാം സീസണും വലിയ വിജയമാണെന്നും റൈഫി ജനം ടിവിയോട് പറഞ്ഞു. റൈഫിക്കൊപ്പം നിഖിൽകുമാർ ചേരുന്നു. കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തിരശീല വീഴുകയാണ്. ചാമ്പ്യന്മാർ ആരെന്ന് ഇന്നറിയാം. ഇന്നിപ്പോൾ നമ്മോടൊപ്പം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ പരിശീലകൻ റൈഫി ചേരുന്നുണ്ട്. റൈഫി, ടീം ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുതന്നെയായിരുന്നു. കാരണം നമുക്കറിയാം കഴിഞ്ഞ സീസൺ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ ഒരു ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സീസണിൽ അതൊരു മെഗാ ഹിറ്റായി എന്ന് വേണം പറയാം. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം സഞ്ജുവിൻ്റെ പ്രസൻസ് ഉണ്ട്. സഞ്ജു ഒരുപാട് കളി കൊച്ചിക്ക് വേണ്ടി കളിച്ചു. ഒരുപാട് മാച്ച് വിന്നിങ് നോക്കുകൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഈ സീസൺ ഗംഭീരമായിരുന്നു. മാത്രമല്ല എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ഗ്ലോറിയിലേക്ക് പോകാമെന്നുള്ളതാണ് എല്ലാ ടീമും ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നേരത്തെ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോസസ്സാണ്. പ്രത്യേകിച്ച് ഓപ്ഷൻ കഴിയുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചാണ് ഒരു വലിയ ചലഞ്ചായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഡ്രീമായിരുന്നു സഞ്ജുവിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് കഴിഞ്ഞൊരു ചെറിയ പേഴ്സായിരുന്നു, ഒരു 23 lakhs പേഴ്സിനായിരുന്നു നമുക്ക് ആ ഒരു ടീം ബിൽഡ് ചെയ്യേണ്ടിയിരുന്നത്. അവിടെ നമ്മൾ മികച്ച ക്രിക്കറ്റേഴ്സിനെ ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. വേണ്ട പരിശീലനമൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ കൊടുത്ത് മികച്ച രീതിയിലാണ് കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര മികച്ച രീതിയിൽ നമുക്ക് ആദ്യത്തെ ഫേസ് ഫിനിഷ് ചെയ്യാൻ പറ്റിയതും ആദ്യത്തെ 10 കളിയിൽ നിന്നും 8 മാച്ചൊക്കെ ജയിക്കാൻ സാധിച്ചതും. ഈ പറഞ്ഞതുപോലെ ഇത് ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ റൈഫിനോട് പറഞ്ഞിരുന്നു, ലീഗ് കഴിയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും, സഞ്ജു മാത്രമല്ല ഒട്ടനവധി താരങ്ങൾ, അതായത് ഓരോ മത്സരവും വിജയിപ്പിക്കാൻ കെൽപ്പുള്ള കഴിവുള്ള ഒട്ടേറെ താരങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് സീസൺ കഴിയുമ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് നമുക്ക് ലോകത്തിന് കാണാൻ സാധിച്ചതും അത് തന്നെയാണ്. കാരണം വലിയൊരു ചലഞ്ചായിരുന്നു മുമ്പിൽ. ഞാൻ ഒരുപാട് ആ ചലഞ്ച് ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെയാണ് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് ബാക്കി എല്ലാ ടീമും 50 lakhs പേഴ്സിനെ ടീം സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 23 lakhs ബഡ്ജറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഈ 15 പേരെയും നമ്മൾ വളരെയധികം ഹോംവർക്ക് ചെയ്ത് അവരുടെ ക്യാരക്ടറൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഓരോ സിറ്റുവേഷനിലും മാച്ചിൽ ഇവർ ക്ലബ് മാച്ചസിനും ബാക്കി ഡൊമസ്റ്റിക് മാച്ചസിനൊക്കെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, എത്രത്തോളം ക്യാരക്ടറാണ് അവർ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ് ഓരോരുത്തരെയും നമ്മൾ ടീമിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കടുവ കുട്ടികൾ തന്നെ പറയണം, വളരെ നന്നായിട്ട് പ്രിപ്പറേഷനും ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ സാധിച്ചു. അതിൽ മികച്ച രീതിയിലാണ് അവരും റെസ്പോണ്ട് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഓരോ മാച്ചിലും വളരെ മികച്ച കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുന്നു. അതുതന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ടീം മികച്ച രീതിയിൽ ആ ഒരു ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. ഏറ്റവും എടുത്തു പറയേണ്ട കുറച്ച് പ്രകടനങ്ങൾ ഉള്ളത് വിനൂപിൻ്റേത്, ആഷിഖ്, നിഖിൽ, ഇവരുടെയൊക്കെ പ്രകടനങ്ങൾ ഓരോരുത്തരുടെയും ആണെങ്കിലും ഇവരൊക്കെ ഒരു പടി മുകളിലാണ് നമ്മൾ നോക്കി കാണുമ്പോൾ. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ പോലെ ഓരോ ടീമും ക്യാരി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എക്സെപ്ഷണലായിട്ട് ഒരുപാട് പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഇവരുടെയൊക്കെ മാച്ച് വിന്നിങ് പെർഫോമൻസ് കാണാൻ സാധിച്ചത്. എന്നാലും എനിക്ക് തോന്നുന്നു എല്ലാവരും 15 പേരും കൂടാതെ സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് പോയതിനു ശേഷം വന്ന ഒരു 4-5 പ്ലേയേഴ്സിലും അവരും മാൻ ഓഫ് ദ മാച്ചും മികച്ച പെർഫോമൻസുമാണ് കൊണ്ടുവന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്ലേയേഴ്സിൻ്റെയൊക്കെ, കാരണം എല്ലാവരും ഇവിടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നവരാണ്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവരെയൊക്കെ നമുക്ക് കേരള ക്രിക്കറ്റിൻ്റെ മുൻപിലും ലോക ക്രിക്കറ്റിൻ്റെ മുമ്പിലും വലിയൊരു എക്സ്പോഷർ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ്. അതായത് ഞാൻ ചോദിക്കാൻ വന്നില്ല, സഞ്ജുവിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്ന താരങ്ങൾ ഇപ്പോൾ ജിഷ്ണു അടക്കമുള്ളവർ കൃത്യമായ റീപ്ലേസ്മെൻ്റ് എന്ന് പറയാം. കാരണം ഓപ്പണിങ്ങിൽ ഇറങ്ങുന്നു, ടീമിന് ആവശ്യമുള്ള റൺസ് നേടുന്നു. അതായത് എനിക്ക് തോന്നുന്നു റൈഫി കേരള ക്രിക്കറ്റിൽ കുറേ നാളായിട്ടുണ്ട്, അതുകൊണ്ട് ഓരോ താരങ്ങളെയും വ്യക്തിപരമായി അറിയാം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് കാര്യം. കാരണം ഓരോ പ്ലേയേഴ്സിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവരുടെ ആ ഒരു രീതി, അപ്രോച്ച് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് എന്താണെന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഏതൊരു സിറ്റുവേഷനിലാണ്, ഏത് റോളാണ് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ജിഷ്ണു വലിയൊരു എക്സാമ്പിളാണ്. അന്നത്തെ മാച്ചിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫീൽഡിൽ കൊടുത്ത ഇമ്പാക്റ്റും ആ ഒരു അപ്രോച്ചും ആ ഒരു ഫയറൊക്കെ മികച്ച തന്നെയായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ഓപ്പണിംഗ് വിടുന്നു, വളരെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ പ്ലെയറിനെ മനസ്സിലാക്കി അവരുടെ സ്കിൽ ലെവൽ എന്താണ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി വേണ്ട സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലെയേഴ്സൊക്കെ മാച്ച് വിന്നേഴ്സ് ആവുന്നുള്ളതിൽ ഒരു സംശയമില്ല.
ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരാണ് എതിരാളികൾ. തീർച്ചയായിട്ടും, കാരണം ഇത് തന്നെയല്ലേ ഗെയിമിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഈ ഒരു ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും വളരെ യങ് ആയിട്ടുള്ള ക്രിക്കറ്റേഴ്സ് തന്നെയാണ്. അപ്പം എത്ര മികച്ച രീതിയിലാണല്ലോ ഈ പ്ലേയേഴ്സ് എല്ലാവരും എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നാളെ അവർക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ഗെയിം വളരെ സന്തോഷമായിട്ട് കളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. കാരണം ഒരു ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലെത്തുക, വളരെയധികം എക്സ്പ്രസ് ചെയ്ത് കളിക്കാൻ സാധിക്കുക, അത് തന്നെയാണ് പ്രയോറിറ്റി എന്നുള്ളത്. നമുക്ക് എത്രത്തോളം സന്തോഷത്തോടുകൂടി നമുക്ക് എക്സ്പ്രസ് ചെയ്ത് ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കുമോ, അതിൽ പരം വേറൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം കൂടി, ഈ നമ്മൾ ലീഗിന് മുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചിരുന്നു, ഈ KCL യുവതാരങ്ങൾക്ക് നൽകുന്നൊരു സ്പേസ്. ഇത് ഈ യുവതാരങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ മാത്രമല്ല, മറ്റുള്ള ടീമുകളെടുത്താൽ എല്ലാ ടീമിലും കുറേയധികം താരങ്ങൾ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ദേശീയ ലെവലിൽ തന്നെ ശ്രദ്ധ നേടിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു സംശയവുമില്ല. കാരണം അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് സഞ്ജുവിനെ ഒരുപാട് ടാലൻറ്റ് സ്കൗട്ട്സ് വിളിച്ച് നമ്മുടെ പ്ലേയേഴ്സിനെയൊക്കെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് ടാലൻറ്റ് സ്കൗട്ട്സ്, ഡിഫറൻറ്റ് ഫ്രാഞ്ചൈസികളുടെ ടാലൻറ്റ് സ്കൗട്ട്സ് നമുക്കിവിടെ കളി കാണാൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വിഘ്നേഷ് പുത്തൂരും ബാക്കി നമുക്കറിയാം സീനിയർ പ്ലേയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഒരു കംബാക്ക് IPL നടത്തുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ്, പുതിയ പ്ലേയേഴ്സ് ഇനി ആ ഒരു ബിഗർ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വലിയൊരു പങ്കാണ് വഹിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഈ ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ സീസൺ ഒരു 10 മടങ്ങ് അത് മുകളിലേക്ക് പോയി എന്ന് വേണം പറയാൻ. അതിലും മുകളിലേക്ക് പോയി എന്നാലേ ഉള്ളൂ. എന്തായാലും വളരെ ക്വാളിറ്റി ആയിട്ടാണ് ഈ ടൂർണമെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പം വനിതകളുടെ ഒരു KCL വനിതകളുടെ ഒരു വെർഷൻ കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ക്രിക്കറ്റേഴ്സിൻ്റെ ആ ഒരു ഇനി മുൻപോട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റികൾ എടുത്തു നോക്കേണ്ട കാര്യം തന്നെയാണ്. വിമൻസ് ക്രിക്കറ്റും മെൻസ് ക്രിക്കറ്റും ഒക്കെ. കാരണം ഒരുപാട് പ്ലാറ്റ്ഫോമാണ് ഓപ്പണായി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ആ ഒരു ഗെയിം വളരെ നന്നായിട്ട് പരിശീലനമൊക്കെ നടത്തി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഡോർസ് വിൽ ഓപ്പൺ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വിജയിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കാണട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതായത് തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഉള്ളത്. വിജയം സായിക്കൊപ്പം M. നിഖിൽകുമാർ, ജനം. ശ്രീനാരായണ ഗുരുജയന്തിയോടനുബന്ധിച്ച് മുതിർന്ന RSS പ്രചാരകൻ S. സേതുമാധവൻ പേട്ടയിലെ ഗുരുമന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആണ് ഇന്ന്. പേട്ടയിലെ ഗുരുമന്ദിരത്തിലാണ് ഇപ്പോൾ പുഷ്പാർച്ചന നടക്കുന്നത്. മുതിർന്ന RSS പ്രചാരകൻ S. സേതുമാധവൻ പേട്ടയിലെ ഗുരുമന്ദിരത്തിലെത്തി പുഷ്പാർച്ചന നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇന്ന് നമ്മൾ വർക്കല ശിവഗിരിയിലേക്ക് പോവുകയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷങ്ങൾക്ക് വർക്കല ശിവഗിരി മഠത്തിൽ തുടക്കമായി. മഹാസമാധിയിലെ വിശേഷ ആരാധനയ്ക്കും തിരു അവതാര മുഹൂർത്ത പ്രാർത്ഥനയ്ക്കും ശേഷം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പതാക ഉയർത്തി. തുടർന്ന് നടക്കുന്ന ജപയജ്ഞത്തിന് വൈദിക മഠം മുൻ ട്രഷറർ സ്വാമി പരാനന്ദ ദീപം തെളിയിക്കും. 9:30 നടക്കുന്ന തിരുജയന്തി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, അവിടെ സമാധിയിൽ എന്തൊക്കെയാണ് ഇന്നത്തെ ചടങ്ങുകൾ? നീലിമ, വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ചതാഘോഷ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാരദാപീഠത്തിലാണ്. അതോടൊപ്പം തന്നെ സമാധിയും ശാരദാപീഠത്തിലും വലിയ ഭക്തജന തിരക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തർ രാവിലെ മുതൽ തന്നെ ശിവഗിരിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ചതയദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വിപുലമായിട്ടുള്ള പരിപാടികളും സജ്ജീകരണങ്ങളും ശിവഗിരി മഠത്തിൽ നടത്തിയിട്ടുണ്ട്. ശ്രീ നാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമികളുടെ നേതൃത്വത്തിൽ പതാകയുയർത്തൽ ചടങ്ങുകൾ നടന്നു. സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലുള്ള പതാകയുയർത്തൽ ചടങ്ങുകൾ അല്പസമയം മുമ്പ് നടന്നു. ഇതോടുകൂടി തന്നെയാണ് ഈ ചതയാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. മഹാസമാധിയിലെ വിശേഷ ആരാധന ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തിരു അവതാര കീർത്തനം, മുഹൂർത്ത പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ചടങ്ങുകളും പ്രാർത്ഥനകളും ആരാധനകളുമായി ചതയദിനാഘോഷം വളരെ വിപുലമായിട്ട് ആരാധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. നിരവധി പേരാണ് ജപ യജ്ഞ ത്തോടൊക്കെ ഇവിടെ
ഈ മണ്ഡപത്തിലെല്ലാം ഇരിക്കുന്നത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള നിരവധി പേരാണ് ഈ യജ്ഞത്തിൽ പങ്കെടുക്കുവാനും അതോടൊപ്പം തന്നെ ചതയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുവാനായിട്ടുള്ള ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലായി ആയിട്ട് ഈ ഭക്തർ ഇരുന്ന് പ്രാർത്ഥന നിരതരായിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇത് ശാരദാപീഠത്തിലാണ്. ഇതിന് തൊട്ടു മുകളിലാണ് ഗുരുദേവൻ്റെ മഹാസമാധിയുള്ളത്. ആ ഗുരുദേവൻ്റെ മഹാസമാധിയിലും പ്രാർത്ഥനകളും ചടങ്ങുകളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രാർത്ഥന, ഒരു ബാഹുല്യവും ജനസഞ്ചയവും ഒക്കെ കാണാൻ കഴിയും. അല്പസമയത്തിനുള്ളിൽ സമ്മേളനം, ഈ ചതയ ജയന്തിയോടനുബന്ധിച്ചുള്ള സമ്മേളനം നടക്കുന്നത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സ്വാമി സച്ചിദാനന്ദ സ്വാമികളാണ് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. തുടർന്നും നിരവധി പരിപാടികൾ ഈ ജയന്തി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. വൈകിട്ടടക്കം നിരവധി പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ചടയദിനാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ വിശ്വസാഹോദര്യ സമ്മേളനം ഉൾപ്പെടെ നടക്കാൻ പോകുകയാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് മുതിർന്ന RSS പ്രചാരകൻ S. സേതുമാധവൻ പേട്ടയിലെ ഗുരുമന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അധാർമിക ജീവിതം നയിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ ഈ ഒരു യഥാർത്ഥമായ സന്ദേശം അത് സമൂഹത്തിന് നൽകി. എന്തെല്ലാം തരത്തിലുള്ള ഭേദഭാവങ്ങളുണ്ടെങ്കിലും ശരി, അത് ബാഹ്യമാണ്. ആന്തരികമായി നമ്മുടെ ഉള്ളിലെല്ലാം ചൈതന്യം ഒന്നു തന്നെയാണ്. സാധാരണ പറയാറുണ്ട്, അവൻ ഇവൻ എന്നുള്ള നിലക്കുള്ള ചിന്തകൾ അത് നോക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഇതിൻ്റെ എല്ലാം അടിത്തട്ടിൽ ഒരു ഏകത, അത് ആത്മശക്തി, അതൊന്നാണ്. ഈ ഒരു തത്വം വളരെ സഹജമായി സർവ്വസാധാരണമായിട്ടുള്ള ആൾക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ജനസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ തരത്തിലുള്ള ശ്രേഷ്ഠ തത്വങ്ങൾ വളർത്തി നമ്മുടെ സമൂഹത്തിലാകമാനം ഒരു പരിവർത്തനം നടത്തിയ മഹാപുരുഷൻ, ആ അവതാര പുരുഷൻ്റെ 171-ാം സമാധി ദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. ജയന്തി ആഘോഷിക്കുന്നത്. നമ്മൾ ഈ തരത്തിലുള്ള ആഘോഷ പരിപാടി സമയത്തെല്ലാം തന്നെ നമ്മൾ ഒരുമിച്ച് വരുന്നു, ചില പരിപാടികൾ നടത്തുന്നു, അല്ലെങ്കിൽ മധുരപലഹാരം ചേർന്നു, പുഷ്പാർച്ചന ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം അത് നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ നമുക്ക് കാണിക്കാൻ സാധിക്കണം. നമ്മൾ പറയുന്നു നമ്മളെല്ലാവരും സുഖം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എല്ലാവരും അവരവരുടെ സുഖത്തെക്കുറിച്ച് ചിന്തിച്ച് ബാക്കിയുള്ളവരുടെ സുഖത്തെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ മിക്കവാറും നമ്മുടെ സുഖം താൽക്കാലികമാകും, സമൂഹത്തിന് മുഴുവൻ ദുഃഖമായി മാറും. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ വളരെ ലളിതമായ ഭാഷ നമ്മളോട് പറഞ്ഞു, അവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി പങ്കിടണം. ബാക്കിയുള്ളവർക്ക് സുഖം കൊണ്ടുണ്ടാകും. അവനവൻ്റെ സുഖം മാത്രം ചിന്തിച്ചാൽ പലപ്പോഴും അത് ബാക്കിയുള്ളവർക്ക് ദുഃഖമുണ്ടാകുന്നതാണെങ്കിൽ നമ്മുടെ സുഖം ശാശ്വതമാകുന്നത് മാത്രമല്ല, നമ്മുടെ സമൂഹവും നശിച്ചു പോകും. ഇത് തന്നെയാണ് നമ്മുടെ പുരാണങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. രാമായണം നമ്മൾ വായിക്കുന്ന സമയത്ത് രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അങ്ങനെ അയോധ്യയിൽ രാജാവായി പട്ടാഭിഷേകം ചെയ്യാൻ തയ്യാറാകുന്ന സമയത്ത് മന്ധര, കൈകേയിയുടെ വേലക്കാരി മന്ധര വന്ന് പറയുന്നു, ഭഗവാൻ ശ്രീരാമനെ ഇനിയിപ്പോൾ രാജാവാക്കാനായിട്ട് ദശരഥൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ വാസ്തവത്തിൽ മന്ധരയ്ക്ക് സ്വന്തം മകനാണ് രാമൻ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷകാര്യമായിട്ട് നീ പറയുന്നത് എന്താ, ഇത് നിനക്ക് സമ്മാനം വന്ന് തൻ്റെ കഴുത്തിലെ ഭൈരമാലി ഊരി കൊടുക്കുകയാണ്. പക്ഷെ ആ മന്ധര ഈ കൈകേയിയുടെ മനസ്സിൽ വിഷം കലക്കി. കൗസല്യ മകനായ രാമൻ രാജാവായാൽ പിന്നെ രാജമാതാവ് എന്ന കൗസല്യായിരിക്കും. നിനക്ക് ഈ രാജ്യത്തിൽ സ്ഥാനത്തിൽ വെറൊരു ദാസ്യപോലെ കഴിയേണ്ടി വരും. അതുകൊണ്ട് നീ പണ്ട് ചോദിച്ച വരം ചോദിച്ചാൽ മതി, എൻ്റെ മകനെ രാജാവാക്കണമെന്നും ശ്രീരാമനെ കാട്ടിലയക്കണം എന്ന് പറഞ്ഞാൽ നിനക്ക് രാജമാതാവായിട്ട് കഴിയാം എന്ന് ആ കൈകേയിയോട് പറയുന്നു. ആ സമയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ തോന്നി, എൻ്റെ മകൻ രാജാവാകണം എന്നൊരു കാര്യം വന്നപ്പോൾ അതായിക്കോട്ടെ, പക്ഷേ വേറൊരു തന്നെ മകനെ കാട്ടിലയക്കണം എന്നുള്ള ആ അമ്മയ്ക്കുണ്ടാകുന്ന വിഷമം ഈ കൈകേയി ചിന്തിച്ചില്ല. ഇതാവശ്യപ്പെടുന്നു. അങ്ങനെ തൻ്റെ മകനെ രാജാവാക്കാൻ ചിന്തിച്ച്
ശ്രീരാമനെ കാട്ടിലയക്കണം എന്ന് വന്നപ്പോൾ തൽക്കാലം എനിക്ക് സുഖമുണ്ടെങ്കിലും ശരി, എനിക്ക് സന്തോഷമുണ്ടെങ്കിലും ശരി, രാജ്യം മുഴുവൻ ദുഃഖത്തിലാകും എന്ന് ചിന്തിച്ചില്ല. അത് ദശരഥൻ്റെ മരണത്തിലേക്കും അയോധ്യ മുഴുവൻ ആനന്ദത്തിൻ്റെ അവസ്ഥയിൽ നിന്നും അതിദുഃഖത്തിൻ്റെ അവസ്ഥയിലേക്ക് തരം താഴ്ത്താക്കി. രണ്ടാമതൊരമ്മ കൗസല്യയുടെ അടുത്ത് വന്നിട്ട് ശ്രീരാമൻ പറയുന്നു, അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ കാട്ടിൽ പോവുകയാണ് എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ മനസ്സിൽ നിന്ന് തൻ്റെ മകനെ കുറിച്ചുള്ള ചിന്ത വരുന്നു. ഭരതൻ രാജാവായിക്കോട്ടെ, നീ എന്തിനാ കാട്ടിൽ പോകുന്നു? യഥാർത്ഥത്തിലൊരു അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ, സത്യം പാലിക്കാൻ മകൻ പോകണമെന്നുള്ള തത്വം മറന്നിട്ട് നീ ഇവിടെ താമസിക്കുക, എൻ്റെ മകനായിട്ട് താമസിക്കുക, അവൻ പോയാൽ പോയി. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുമിത്രയുടെയാണ്. ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയും കാട്ടിൽ പോകാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ ആ ലക്ഷ്മണൻ പറയുന്നു, ഞാൻ ജ്യേഷ്ഠൻ്റെ കൂടെ കാട്ടിൽ പോകും, ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ അമ്മയും കാട്ടിൽ രക്ഷിക്കാൻ ഞാൻ പോകും എന്ന് പറയുമ്പോൾ അത് ആ അമ്മയോട് പറയുമ്പോൾ സുമിത്രയോട് പറയുമ്പോൾ സുമിത്ര പറയുന്നത് എന്താ? കൗസല്യയും കൈകയും പറഞ്ഞ് വ്യത്യസ്തമായിട്ട് ആ സുമിത്ര പറയുന്നു, മോനെ നീ പോയി വാ, പക്ഷെ പോകുന്ന സമയത്ത് നിന്റെ മനസ്സ് ശുദ്ധമാകണം, യാതൊരു തെറ്റും ഉണ്ടാകരുത്. അതുകൊണ്ട് അയോധ്യയിൽ പോകുമ്പോൾ, ആ കാട്ടിൽ പോകുമ്പോൾ അത് അയോധ്യ ധരിക്കാം. ശ്രീരാമനെ കാണുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠനല്ല ദശരഥനാണെന്ന് ധരിക്കുക. അവിടെ സീതാദേവി നിന്റെ ജ്യേഷ്ഠത്തി അമ്മയെ കാണുമ്പോൾ ഇവരെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണെന്നുള്ളതിന് പകരം ഞാനാണ് ആ സ്ഥാനത്ത് എന്ന് ചിന്തിക്കണം എന്ന് പറയുന്നു. അപ്പോൾ സുമിത്ര വാസ്തവത്തിൽ എത്ര ഉയർന്ന മനസ്സാണ്. നിയമം അനുസരിച്ച് കാട്ടിൽ പോകേണ്ടത് ശ്രീരാമനാണ്, നിയമം അനുസരിച്ച് ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ. പക്ഷെ എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠമൊക്കെ ഞാൻ സംരക്ഷണം വരുമ്പോൾ ആ അമ്മ വളരെ ഉയർന്ന നിലവാരത്തിൽ നിന്നിട്ട് തൻ്റെ മകൻ 14 വർഷം കാട്ടിലേക്ക് പോകാൻ പോകുന്നു ശ്രീരാമനെ രക്ഷിക്കാൻ, പക്ഷെ അയാളുടെ മനസ്സ് ശുദ്ധമാകണം എന്ന് പറയുന്നു. ഈ തരത്തിലുള്ള സുമിത്രയെ പോലുള്ള അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സമയത്താണ് നമുക്ക് സന്തോഷമുണ്ടാകും, എല്ലാവർക്കും സന്തോഷമുണ്ടാവില്ല. ഇതേപോലെ തന്നെ ഭഗവാൻ ശ്രീരാമൻ അദ്ദേഹം കാട്ടിൽ പോകുന്ന സമയത്ത് കാട്ടിലങ്ങനെ കഴുതി മറ്റേ തോണി കൊടുത്തു വിടുന്ന ഗുഹനെ കാണുമ്പോൾ നീ എൻ്റെ സഹോദരനാണ്, വാരന്മാരായിട്ടുള്ള ഹനുമാനെ എല്ലാവരും നിങ്ങൾ എൻ്റെ സഹോദരന്മാരാണ്, രാക്ഷസനായിട്ടുള്ള വിഭീഷണനെ കാണുന്ന സമയത്തും നീ എൻ്റെ സഹോദരനാണ്, എല്ലാവരെയും സഹോദരന്മാരായി കണ്ട് എല്ലാവർക്കും സുഖത്തിന് വേണ്ടി ഭഗവാൻ ശ്രീരാമനെ കാണുന്നു. പക്ഷെ ആ രാവണനോ ലോകത്തെ ഏത് നല്ല ബുദ്ധിമാനാണ്, നല്ല പണ്ഡിതനാണ്, വേദം പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ അയാളുടെ മനസ്സിൽ ലോകത്തുള്ള സർവ്വ സുഖങ്ങളും എനിക്ക് കിട്ടണം, എല്ലാ നല്ല കാര്യങ്ങളും എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ ആ രാക്ഷസ വംശം മുഴുവൻ നശിച്ചു എന്നവിടെ പുരാണം പറഞ്ഞു. ഈ കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള ലോകത്തിന് മുഴുവൻ സുഖം വരണം, ലോകാ സംസ്ഥ സുഖിനോ ഭവന്തു, ഈ സന്ദേശം ഭാരതം ലോകത്തിനുള്ളിൽ പറഞ്ഞു. ആ തരത്തിൽ ലോകത്തിന് മുഴുവൻ സന്ദേശം കൊടുക്കാൻ സമൂഹത്തെ തയ്യാറാക്കിയ, സമൂഹത്തിൽ വലിയ പരിവർത്തനം വരുത്തിയ വലിയ ആചാര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. അനുമതിയില്ലാതെ ദേവസ്വം ഭൂമിയായ കണ്ണൂർ മാടായിപ്പാറയിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ GIOയുടെ 30 പ്രവർത്തകർക്കെതിരെ കേസെടുത്തെങ്കിലും അത് പോരാ എന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്, വിവരങ്ങൾ. നിലിമ, ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് കണ്ണൂർ മാടായിപ്പാറ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അത് ദേവസ്വം ഭൂമിയാണ്, അതായത് ക്ഷേത്രഭൂമിയാണ്. മാടായിക്കാവ് ഭഗവതിയുടെ അടക്കം ക്ഷേത്രത്തിൻ്റെ അടക്കം ഒരു ദേവസ്വം ഭൂമിയാണത്. അത്തരമൊരു ദേവസ്വം ഭൂമിയിലാണ് ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ GIOയുടെ പ്രവർത്തകർ കടന്നു കയറി യാതൊരു അനുമതിയുമില്ലാതെ അതുവഴി പ്രകടനം നടത്തി കടന്നു പോകുന്ന സാഹചര്യമുണ്ടായത്. നമുക്കറിയാം, ഹൈക്കോടതിയുടെ അടക്കം ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ സുരക്ഷിത മേഖലയായി കരുതുന്ന ഒരു സ്ഥലമാണ്. കാരണം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപൂർവീന സസ്യലതാദികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റു പരിപാടികളോ ഒന്നും തന്നെ നടത്താൻ പാടില്ല എന്ന് നേരത്തെ തന്നെ നിയമമുള്ളതാണ്. ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി ദേവസ്വം ബോർഡിൻ്റെയോ മറ്റോ യാതൊരു അനുമതിയുമില്ലാതെ ക്ഷേത്രഭൂമിയിൽ അതിക്രമിച്ചു കയറിയാണ് ഇത്തരമൊരു പരിപാടി അവർ അവിടെ സംഘടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത്. നിലവിൽ ഈ GIOയുടെ 30 പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ
ഉണ്ടെങ്കിലും അത് പോരാ, ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തി കേസെടുക്കണമെന്നൊരു ആവശ്യമാണ് BJP ഉന്നയിച്ചിരിക്കുന്നത്. കാരണം അത് ക്ഷേത്രഭൂമി ആണ്, അവിടെ അനുമതി ഇല്ലാതെയാണ് ഇവർ പ്രവേശിച്ചത്. മാത്രമല്ല അവിടെ ഈ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തിരുവോണ ദിനത്തിൽ ഇത്തരമൊരു പരിപാടി നടത്തിയതൊരു മനഃപൂർവ്വം സ്പർദ്ധയുണ്ടാക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണെന്നൊരു ആരോപണം കൂടി അവർ ഉയർത്തുന്നുണ്ട്. ഈ പ്രതിഷേധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് മാടായിപ്പാറയ്ക്ക് സമീപം BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും നടത്തുന്നുണ്ട്. കാരണം ഇവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ് BJP നേതൃത്വം ഉൾപ്പെടെ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ദേവസ്വം ഭൂമി ആളുകൾക്ക് നടന്നു പോകുന്നതിന് പോലും നിയന്ത്രണങ്ങളുടെ ഈ സ്ഥലത്ത് വാഹനമടക്കം കയറ്റിയതിന് ശേഷമാണ് ഇവർ ഇവിടെ ഒരു പ്രകടനമായി രംഗത്തെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ട്. ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. നീലിമ. മിഥുൻ, യഥാർത്ഥത്തിൽ എന്തിനാണ് ഇവർ ഈ മാടായിപ്പാറയിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ സംഗമം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്? അത് തന്നെ അതിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? തീർച്ചയായും. ഇപ്പോൾ മാടായിപ്പാറയ്ക്ക് തൊട്ടടുത്താണ് പഴയങ്ങാടി നഗരമുള്ളത്. നഗരത്തിൽ ഉൾപ്പെടെ പരിപാടി നടത്തുന്നതിൽ ഇവർക്ക് യാതൊരു നിയന്ത്രണങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ എന്തിനാണ് ഈ ദേവസ്വം ഭൂമിയിൽ കടന്നു കയറി ഇവർ ഇത്തരമൊരു പരിപാടി നടത്തിയെന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഇവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ BJP അടക്കം രംഗത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതാണ്. കാരണം മറ്റ് പലയിടങ്ങളും ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ ഇവർക്കുണ്ടായിട്ടും എന്തുകൊണ്ട് ദേവസ്വം ഭൂമിയിൽ തന്നെ ഇവർ പരിപാടി നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തു എന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അത് മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്പർദ്ധ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് എന്നൊരു കാര്യം തന്നെയാണ് ഉയരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പഴയങ്ങാടി പോലീസ് ഏതാണ്ട് 30ഓളം GIOയുടെ പ്രവർത്തകർ, അതായത് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ 30ഓളം പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. ഈ ഒരു കേസെടുത്ത് വെറും ഒരു കേസെടുത്താൽ പോരാ, ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം, ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നൊരു ആവശ്യം കൂടി BJP ഉന്നയിക്കുന്നുണ്ട്. ഇവരുടെ ഉദ്ദേശശുദ്ധി തന്നെയാണ് ഈ ഒരു പ്രതിഷേധവുമായി BJP അടക്കം രംഗത്ത് വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. കാരണം മറ്റ് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി എന്തിന് മാടായിപ്പാറ തെരഞ്ഞെടുത്തു എന്ന ചോദ്യം തന്നെയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം 5 മണിക്കാണ് മാടായിപ്പാറയ്ക്ക് സമീപം BJPയുടെ നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുക. നീലിമ. 3 ദിവസമായി രാജസ്ഥാനിലെ ജോധ്പൂരിൽ തുടരുന്ന RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് ഇന്ന് സമാപിക്കുകയാണ്. ബൈഠക് സംബന്ധിച്ച് വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ ഉച്ചയ്ക്ക് 12:30 RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേക്കർ മാധ്യമങ്ങളെ കാണും. RSSന്റെ പരിവാർ സംഘടനകളടക്കം 32 സംഘടനകളിൽ നിന്നായി ഏകദേശം 320ഓളം കാര്യകർത്താക്കൾ പങ്കെടുത്ത ബൃഹത് യോഗമാണ് രാജസ്ഥാനിൽ ചേർന്നത്. വിവരങ്ങളുമായി S നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് രാജസ്ഥാനിലെ ജോധ്പൂരിൽ തുടരുന്നത്. വിവരങ്ങൾ. 3 ദിവസമായി തുടർന്ന യോഗം ബൈഠക്ക് ഇന്ന് അവസാനിക്കും. ഏതാണ്ട് സംഘപരിവാറിൻ്റെ 32 സംഘടനകളായി, സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്നായി 32 പരിവാർ പ്രസ്ഥാനങ്ങളിലായി ഏതാണ്ട് 320-ലധികം കാര്യകർത്താക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ആയിരുന്നു ഈ യോഗത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഒപ്പം തന്നെ സർക്കാര്യ ദത്താത്രേയ ഹസുബുളയും ഇതിൽ പ്രധാനമായും പങ്കെടുത്തിരുന്നു. ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ബൈഠക്കിൽ, സമന്വയ ബൈഠക്കിൽ ചർച്ചയായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശതാബ്ദി വർഷ പരിപാടികളുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളാണ് നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിശ്ചയിച്ച പരിപാടികളുണ്ട്. അതിൽ പല പരിപാടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ആ പരിപാടികളുടെ വിലയിരുത്തൽ, ഒപ്പം തന്നെ നടക്കാൻ പോകുന്ന പരിപാടികളുടെ കൂടിയാലോചനകളടക്കം ഈ യോഗത്തിലുണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ചകൾ ഈ സമന്വയ ബൈഠക്കിൽ നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വനവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അത് പ്രത്യേകമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രത്യേക കർമ്മ പദ്ധതികൾ തയ്യാറാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഈ ബൈഠക്കിൽ നടന്നു എന്നുള്ള വിവരങ്ങളും വ്യക്തമാകുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ചില വിഷയങ്ങൾ, ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇത്തരം പ്രധാന വിഷയങ്ങൾക്ക് ചർച്ച ചെയ്തതൊഴിച്ചാൽ മറ്റ് ചില വിഷയങ്ങൾ കൂടി ഈ ബൈഠക്കിൽ ചർച്ചയായി എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. അത് നേത്രകുംഭവുമായി ബന്ധപ്പെട്ട പരിപാടികളാണ്. അതായത് ഈ സെപ്റ്റംബർ മാസം ആദ്യം തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആൾക്കാർക്ക്
കണ്ണ് പരിശോധനകൾ നടത്തി. അതിൽ 85,337 പേർക്ക് കാഴ്ച സഹായം നൽകുന്ന രീതിയിൽ, അതുകൂടാതെ ഏതാണ്ട് 6,234 പേർക്ക് ശസ്ത്രക്രിയ നൽകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഗ്രാമീണ മേഖലയിൽ ക്ഷീര വ്യവസായവുമായി ബന്ധപ്പെട്ട വലിയ വിപ്ലവകരമായ മാറ്റത്തിനുതകുന്ന ചില തീരുമാനങ്ങൾ, അത്തരം വിഷയങ്ങളുമൊക്കെ തന്നെ ചർച്ചയായി എന്നുള്ളതും അറിയാൻ കഴിയുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഉച്ചയ്ക്ക് 12:30 വാർത്താ സമ്മേളനത്തിൽ RSSന്റെ മുതിർന്ന നേതാക്കൾ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനമാണ് ഉച്ചയ്ക്ക് 12:30 നടക്കാൻ പോകുന്നത്. എസ് നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ആലുവ മൂന്നാർ രാജപാത വീണ്ടും തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. പാത വീണ്ടും സഞ്ചാരയോഗ്യമാക്കിയാൽ ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളമടക്കമുള്ള കാർഷിക ഗ്രാമങ്ങളുടെ വികസനത്തിനും വിവിധ വനവാസി ഉന്നതികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ വനം വകുപ്പ് അധീനപ്പെടുത്തിയിട്ടുള്ള പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെ യാത്ര അനുവദനീയമല്ല. 1924 വെള്ളപ്പൊക്കത്തിന് ശേഷമായിരുന്നു പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കരിന്തിരിമലയിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും റോഡിന്റെ ചില ഭാഗങ്ങൾ പൂർണ്ണമായും തകരുകയും ചെയ്തു. പ്രളയാനന്തരം അടിമാലി വഴി ആലുവയെയും മൂന്നാറിനെയും ബന്ധിപ്പിച്ച് പുതിയ റോഡ് നിർമ്മിച്ചതോടെ രാജപാത ഉപേക്ഷിക്കപ്പെട്ടു. കാലക്രമേണ ഇത് വനം വകുപ്പിന്റെ അധീനതയിലായി. പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വനം വകുപ്പിന് യാതൊരു അധികാരവുമില്ലെന്നാണ് റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവർ പറയുന്നത്. റോഡ് തുറന്നാൽ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതോടൊപ്പം ടൂറിസം, കാർഷിക, വ്യാവസായിക, വാണിജ്യ മേഖലകളിൽ പുരോഗതി ഉണ്ടാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. പഴയ ആലുവ മൂന്നാർ റോഡ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതതാണ്. നിസ്സാരമായ ഒരു മേഖലകളിൽ മാത്രമാണ് ഇടിച്ചിൽ സംഭവിച്ചിട്ട് റോഡിൻ്റെ ഗതാഗതം നിന്നുപോയിട്ടുള്ളത്. പുതിയ ആധുനിക കാലഘട്ടത്തിൽ വെച്ച് ഒരു JCB കൊണ്ട് വർക്ക് ചെയ്താൽ മാത്രം തീരാവുന്ന പ്രശ്നങ്ങളെ അവിടെയുള്ളൂ. ഈ റോഡ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 250-ലധികം വർഷം പഴക്കമുള്ള പല ആദിവാസി മേഖലകളിലേക്കും യാത്രായോഗ്യമാകും. ഇടമലക്കുടി പോലെയുള്ള മേഖലകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആദിവാസി കോളനികളിലെല്ലാം സുതാര്യമായ രീതിയിൽ എത്രയും പെട്ടെന്ന് ഗതാഗതയോഗ്യമാവുകയും ചെയ്യും. അതുകൂടാതെ ഈ റോഡ് സമാന്തരമായിട്ടൊരു പുഴയ്ക്ക് സമാന്തരമായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് കയറ്റങ്ങൾ കുറവാണ്, വളവുകൾ കുറവാണ്. ടൂറിസത്തിൻ്റെ അതിശ്രേഷ്ഠമായിട്ട് മാറുന്ന റോഡായിട്ട് മാറിയിരിക്കുകയാണ്. PWDയുടെ അണ്ടറിൽ കിടക്കുന്ന റോഡാണിത്. ഒരു കാരണവശാലും 1980 മുമ്പുള്ള എല്ലാ റോഡുകളും കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട് അത് വിട്ടുകൊടുക്കണം, പണിയണമെന്ന്. എന്നാൽ ഇവിടെയുള്ള ചില വനപ്രീതി നടത്തുന്ന പരിസ്ഥിതിവാദികളുടെ വിഘടനവാദികളുടെ പ്രവർത്തനങ്ങളും മാത്രമാണ് ഇപ്പോൾ ഇത് തടസ്സമായിട്ട് നിൽക്കുന്നത്. കുട്ടമ്പുഴ, പൂയംകുട്ടി, കുറത്തിക്കുടി, പെരുമ്പൻകുത്ത് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് റോഡ് മൂന്നാറിലെത്തുന്നത്. പൂയംകുട്ടിയിൽ നിന്നും പെരുമ്പൻകുത്ത് വരെയുള്ള 27 കിലോമീറ്റർ റോഡാണ് വനമേഖലയിലൂടെ കടന്നുപോകുന്നത്. നിലവിൽ പെരുമ്പൻകുത്തിൽ നിന്നും കുറത്തിയിലേക്കുള്ള റോഡ് മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് നവീകരിച്ചിട്ടുണ്ട്. വനംവകുപ്പിന്റെ തടസ്സവാദങ്ങൾ നീങ്ങുകയും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്താൽ രാജപാത ഇടുക്കിയുടെ വികസനത്തിന് നാഴികക്കല്ലായേക്കും. ജനം, ഇടുക്കി. ഇതോടെ പുത്തൻ പുലരി അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്.